വേദി 2-ൽ അടുത്ത സെഷൻ ആരംഭിക്കുകയാണ്. ഈ സെഷനിൽ പങ്കെടുക്കുന്നത് സുഭാഷ് ചന്ദ്രൻ, ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS. ശ്രീ സുഭാഷ് ചന്ദ്രൻ മികച്ച നോവലിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം, വയലാർ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച സുഭാഷ് ചന്ദ്രൻ കേരള സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗമായും എക്സിക്യൂട്ടീവ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരാണ്. ഡോക്ടർ ദിവ്യ എസ് അയ്യർ കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായ ദിവ്യ എസ് അയ്യർ എഴുത്തുകാരിയും കലാകാരിയുമാണ്. നന്ദി. കേരള സാഹിത്യത്തിൻ്റെ ഈറ്റില്ലമായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ സ്വന്തം കേരള സാഹിത്യ അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ചും മലയാളികളുടെ ഹൃദയത്തൊടിപ്പറിഞ്ഞ് നമുക്ക് വാക്കുകളിലൂടെ പുതിയൊരു ലോകം സമ്മാനിക്കുന്ന എഴുത്തുകാരൻ ശ്രീ സുഭാഷ് ചന്ദ്രൻ, സാംസ്കാരിക വകുപ്പിൻ്റെ അധ്യക്ഷ എന്ന നിലയിലും ഒരു മലയാളി എന്ന നിലയിലും വായനക്കാരി എന്ന നിലയിലും ഒക്കെ താങ്കളെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു സുഭാഷ് ചന്ദ്രൻ എന്ന പേര് കേൾക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ വികാരമായിരിക്കും ഉള്ളിൽ വരുന്നത്. പല സുഭാഷ് ചന്ദ്രന്മാരെ ഞങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ട്. 89 മുതൽ തുടങ്ങിയ ഒരു സാഹിത്യ സബരിയാണ്. ഇത്രയും കാലത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ കാണുന്ന ഒരു സുഭാഷ് ചന്ദ്രനുണ്ട്, സ്ത്രീകൾ കാണുന്ന ഒരു സുഭാഷ് ചന്ദ്രനുണ്ട്, ഒരുപക്ഷെ പ്രകൃതി ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന ദുരിതം അനുഭവിച്ചിട്ടുള്ളവർ കാണുന്ന ഒരു സുഭാഷ് ചന്ദ്രനുണ്ട്. ഇനി ഇതിനൊക്കെ അപ്പുറം ഇപ്പോൾ ഒരുപക്ഷെ ഏറ്റവും അധികം ഈ അടുത്ത ഇടയിൽ ഗാന്ധിജിയെക്കുറിച്ചോ ദണ്ഡിയാത്രയെക്കുറിച്ചോ ഒക്കെ ആളുകൾ ചിന്തിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സുഭാഷ് ചന്ദ്രൻ മൂലം. അപ്പോൾ അങ്ങനെ പല മുഖങ്ങൾ, പല നിറങ്ങൾ താങ്കൾക്കുള്ളത് ഇന്ന് അതിൽ ചിലതൊക്കെ മൂടുപടം അഴിച്ച് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സുഭാഷ് ചന്ദ്രൻ എന്ന വ്യക്തിയെ കൂടുതൽ അടുത്തറിയുവാനും ആഗ്രഹിക്കുകയാണെന്ന്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അധികം ആളുകൾക്കറിയാമെങ്കിലും അധികം ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു കാര്യമുണ്ട്. സംഗീതപ്രേമിയായ ഒരു സുഭാഷ് ചന്ദ്രൻ. അപ്പോൾ ദാസ് ക്യാപിറ്റൽ എന്ന പുസ്തകത്തിലൂടെ ഗാനഗന്ധർവൻ യേശുദാസിനെ മലയാളികൾക്ക് ഒരിക്കൽ കൂടി അയവിറക്കുവാൻ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും ഒക്കെ സമ്മാനിച്ച ഒരു വ്യക്തി കൂടിയാണ്. എനിക്ക് തോന്നുന്നു അധികം ആ ശ്രേണിയിൽ നമുക്കധികം പുസ്തകങ്ങൾ വന്നിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദാസ് ക്യാപിറ്റലിൽ നിന്നായിരിക്കും സുഭാഷ് ചന്ദ്രനെ ആരംഭിക്കുക. സുഭാഷ് ചന്ദ്രൻ എന്നുള്ള ഒരു വാക്കിന് നിർവചനമായി ആ പുസ്തകം അധികം പേരുടെ മനസ്സിലുണ്ടാവില്ല എന്നെനിക്കറിയാം. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവിടെ നിന്നും ആരംഭിക്കേണ്ടത്. യേശുദാസിനെക്കുറിച്ചും ദാസ് ക്യാപിറ്റലിൻ്റെ ഉറവിടത്തെക്കുറിച്ചും സംഗീതവുമായിട്ടുള്ള ഈ സാഹിത്യകാരൻ്റെ ബന്ധവും എങ്ങനെയാണ് എന്നുള്ളതെന്ന് പറയാം. നന്ദി ദിവ്യ. ദിവ്യയോടൊപ്പം ഇരുന്ന് സംസാരിക്കാനുള്ളൊരു അവസരത്തിന് സന്തോഷവും നന്ദി അറിയിക്കുന്നു. ദിവ്യയെ ഞങ്ങളെല്ലാം വെറുതെ IAS ഓഫീസർമാരുടെ കൂട്ടത്തിൽ മാത്രമല്ല പെടുത്തിയിട്ടുള്ള, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ എന്നുള്ള കൂട്ടത്തിൽ മാത്രമല്ല, ധാരാളം വായിക്കുന്ന, പാട്ട് പാടുന്ന, പാട്ട് ഇഷ്ടപ്പെടുന്ന, സംഗീതമൊക്കെ ആയിട്ടുള്ള വലിയ ബന്ധം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ശബരിയുടെ പ്രിയ പത്നി, അങ്ങനെ ഒരുപാട് മുഖങ്ങൾ ദിവ്യയ്ക്ക് ഞങ്ങൾ കൽപ്പിച്ച് തന്നിട്ടുണ്ട്. എഴുത്തുകാരനെ സംബന്ധിച്ച് വാൾട്ട് വിറ്റ്മാൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഐ കോൺട്രഡിക്ട് മൈസെൽഫ് ? യെസ്, ഐ കണ്ടെയ്ൻ മൾട്ടിറ്റ്യൂഡ്സ് എന്നാണ്. ഞാൻ വൈപരീത്യങ്ങൾ പറയുന്നുണ്ടാകാം, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാകാം. കാരണം ഞാൻ ഒരു പുരുഷാരം എന്നിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ എഴുത്തുകാരൻ എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിൻ്റെ നാക്കാണ്. പറയപ്പെടാത്ത വികാരങ്ങൾ, പറയപ്പെടാത്ത ആശയങ്ങൾ, പറയപ്പെടേണ്ട കുറേ കാര്യങ്ങളെല്ലാം ഭൂമിക്ക് മുഴുവനും വേണ്ടി സംസാരിക്കുന്ന, എഴുതുന്ന ആളുകളാണ് എഴുത്തുകാർ. അതുകൊണ്ടാണ് ഈ പുരുഷാരം അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് അങ്ങനെ വാൾട്ട് വിറ്റ്മാനെ പോലെ പറയാൻ പറ്റിയ ഒരു വലിപ്പമൊന്നും ഇല്ലെങ്കിലും
എൻ്റേതായ ചെറിയ ഇടത്തിൽ ഞാനൊരു വാൾ ട്രീറ്റ്മാനാണ് എന്ന് അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. എഴുത്തുകാരന്മാരുടെ വലിയ മഹാസംഘത്തിൽ ഒരംഗമാണ് ഞാൻ എന്നുള്ള അഭിമാനിക്കുന്ന ഒരാളാണ്. അതോടൊപ്പം ദിവ്യ പറഞ്ഞതുപോലെ പാട്ടിനോട് ഇഷ്ടമുണ്ട്, ചിത്രകലയോട് ഇഷ്ടമുണ്ട്, ഭൂമിയിലെ ഭംഗിയുള്ള എല്ലാത്തിനോടും ഇഷ്ടമുള്ള ഒരാളാണ്. ഒപ്പം ഉറൂബ് പറഞ്ഞതുപോലെ ഭംഗിയില്ലാത്തതിനെ ഇഷ്ടമുള്ള ആളാണ്. ഉറൂബ് ഒരു ഹോട്ടലിൻ്റെ പിന്നാമ്പുറത്ത് വന്നപ്പോൾ സുന്ദരികളും സുന്ദരന്മാരും എന്ന പുസ്തകം എഴുതുന്നതിൻ്റെ ആമുഖമായിട്ട് അദ്ദേഹം എഴുതിയ കുറിപ്പിൽ അദ്ദേഹം എവിടെയോ തമിഴ്നാട്ടിലെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് എച്ചിലില കളയാനായിട്ട് പിന്നാമ്പുറത്ത് വന്നപ്പോൾ അവിടെ എച്ചിൽ തിന്നുന്ന പന്നികളെ കണ്ടു. അത്ര കറുത്ത പന്നികളെ അദ്ദേഹം ആദ്യമായിട്ടാണ് പന്നികളെ തൊട്ടടുത്ത് കാണുന്നത്. അപ്പം അതിനെ നോക്കിയിരുന്ന് കൈ എഴുതുന്ന സമയത്ത് അതിനെ നോക്കിയിരുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആത്മകഥം ചെയ്തു, എന്തു ഭംഗിയാണ് ഈ പന്നിയെ കാണുന്നത്, അത്രയും എണ്ണമെഴുപ്പുള്ള ശരീരം, അതിൻ്റെ കൊഴുത്തുരുണ്ട തകില് പോലുള്ള ശരീരം, അതിൻ്റെ വിനയം, മണ്ണിനോട് തല ചേർത്തുള്ള അതിൻ്റെ വിനയം, എന്തൊരു ഭംഗിയാണ്. അങ്ങനെയാണ് അത്ര അദ്ദേഹം സുന്ദരന്മാരും സുന്ദരിമാരും എന്ന ടൈറ്റിലേക്ക് എത്തുന്നത്. ഭൂമിയിലെ എല്ലാവരും ഭംഗിയുള്ളവരാണ് എന്നൊരു തോന്നലിൽ നിന്നാണ് അത് വന്നത്. അപ്പോൾ സൗന്ദര്യം എന്ന് പറയുന്നത് സത്യത്തേക്കാൾ ഒരു പടി മുകളിലുള്ള ഒരു വസ്തുതയായിട്ടാണ് നമ്മൾ കലയിൽ പറയുക. അതായത് നമുക്കറിയാം കഥയും കവിതയും എല്ലാത്തരം ഫിക്ഷനും നുണയാണ് എന്നൊരു പ്രാഥമിക കാര്യമുണ്ട്, അവരുണ്ടാക്കുന്നതാണ്. അത് സത്യമല്ല എന്ന് നമുക്കറിയാം, സത്യവാൻ അതിന് ബാധ്യതയൊന്നുമില്ല. പക്ഷേ അതിന് സൗന്ദര്യാത്മകത കൊണ്ട് സത്യത്തേക്കാൾ ഉയർന്ന പടിയിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന സൗന്ദര്യത്തിന് സത്യത്തേക്കാൾ സാർവകാലികതയും സാർവലൗകികതയുണ്ട് എന്ന് പറയും. അതുകൊണ്ടാണ് ഈ സാഹിത്യം ഇത്രയും മേൽ ബഹുമാനിക്കപ്പെടുന്നത്. നമ്മൾ കോടതി മുറികളിൽ സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് നീട്ടിക്കൊടുക്കുന്നത് ഒരുപക്ഷെ ഒരു ഗ്രന്ഥമാണ്, ഗീതയോ ബൈബിളോ ഖുറാനോ. അത് എഴുതപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അതിനേക്കാൾ ഒട്ടും താഴെയല്ല ഒരു വീണ ഉണ്ടാക്കുന്ന ദൈവികാനുഭൂതി, ഒരു ഓടക്കുഴൽ സൃഷ്ടിക്കുന്ന ദൈവികാനുഭൂതി, ഒരു ശംഖ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു ഗിത്താർ ഉണ്ടാക്കുന്ന. പക്ഷെ നമ്മൾ അത് സംഗീതോപകരണങ്ങളും തൊട്ട് പ്രതിജ്ഞ എടുക്കാറില്ല. അതൊന്നും താഴെയായിട്ടല്ല. എഴുതപ്പെട്ടതിനോട്, വാക്കിനോട് മനുഷ്യന് ആദ്യകാലം മുതലുള്ള അധികമായിട്ടുള്ള ആദരവ് ആണ് നമ്മളെ പുസ്തകം തൊട്ട് പ്രതിജ്ഞ എടുക്കാനായിട്ട് കോടതി, നീതിന്യായ പീഠങ്ങൾ വരെ നിർബന്ധിക്കുന്നൊരു കാര്യം. അതിനർത്ഥം സാഹിത്യം ഒരു പരമമായ കല ആണെന്നാണ്. നമ്മൾ എഴുത്തുകാരനെ കലാകാരനായിട്ട് പറയാറില്ലെങ്കിലും അത് അൾട്ടിമേറ്റ് ആർട്ടാണ് എഴുത്ത് എന്ന് പറയുന്നത്. കാരണം ഒരു എൻകോഡിംഗ് ആണ്. നമ്മുടെ ലിപിയിൽ, നമ്മുടെ മലയാള ഭാഷയിൽ എഴുതുന്ന ഒരാൾ നമ്മുടെ മലയാള ലിപിയിൽ വികാരങ്ങളുടെയും അനുഭവങ്ങളുടെയും അനുഭൂതികളുടെയും ജീവിതത്തിൻ്റെ തന്നെയും മഹത്തായൊരു എൻകോഡിങ് നടത്തുകയാണ്. ഒരു തമിഴന് അത് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല, വെറുതെ കുറച്ച് നമുക്ക് തിരിച്ച് തമിഴ് കണ്ടാലും ഒന്നും മനസ്സിലാവില്ല. പക്ഷേ വായന, സുഗമമായിട്ട് വായിക്കാനറിയാവുന്ന അതേ ഭാഷ പഠിച്ചിട്ടുള്ള ഒരാളുടെ മുന്നിലൂടെ അതേ കോഡുകൾ എഴുത്തുകാരൻ എൻകോഡ് ചെയ്ത് തന്നെ അവൻ ഡീകോഡ് ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിൽ വലിയ പ്രപഞ്ചങ്ങൾ വിടർന്നു വരികയാണ്, നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്. ഈ പുറം ലോകം വാസ്തവമല്ല എന്നും ഇതിൻ്റെ അകത്താണ് യഥാർത്ഥമെന്ന് തോന്നുന്ന ഒരു പുതിയ ലോകം വളർന്നത്. അതാണ് ശരിക്കും എഴുത്തിൽ നടക്കുന്ന മാജിക് എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് സംഗീതം ആണ് അൾട്ടിമേറ്റ് കല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിലും എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് അൾട്ടിമേറ്റായിട്ട് നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്നത് സാഹിത്യം തന്നെയാണ്. അതെ, ഒരുപക്ഷെ വാക്കുകൾക്ക് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോഡിംഗ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ആ വാക്കുകൾ മനസ്സിലാകാത്ത ഘട്ടത്തിൽ പോലും സംഗീതം അതിനൊരു തുണയായി നിന്ന ആളുകൾക്ക് ആ വികാരം പകർന്നു കൊടുക്കുന്നുണ്ട്. ജനഗണമന പാടുമ്പോഴും അതിൻ്റെ അർത്ഥം എന്താണെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷെ അതിൽ ദേശീയത, അതിൽ വികാരം എന്നുള്ളത് ആളുകൾക്ക് ആ ഈണത്തിലൂടെ, സംഗീതത്തിലൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സംഗീതത്തിലുള്ളതുപോലെ തന്നെ ആധാരശ്രുതിയൊക്കെ സാഹിത്യത്തിലുണ്ട്. നമ്മളതിനകത്ത് ആങ്കർ നങ്കൂരമിട്ട് കിടക്കുന്നത് സാഹിത്യത്തിലെ എഴുത്തുകാരന്, നല്ല സാഹിത്യകാരന് ഉപയോഗിക്കുന്ന ശ്രുതി ശുദ്ധി കൊണ്ടാണ്. നമ്മുടെ ഹൃദയമായിട്ട് അത് ശ്രുതി ചേർക്കപ്പെടുമ്പോഴാണ് നമ്മൾ അതിനകത്ത് മുഴുകി പോകുന്നത്. അവിടെയാണ് ഈ ആധാരശ്രുതിക്കും ഏതെങ്കിലും 7 സ്വരങ്ങൾ തൊട്ട് സംഗീതജ്ഞൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് പോലെ എഴുത്തുകാരൻ അക്ഷരങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന അവിടെയാണ്, ആ ശ്രുതിക്ക് മേലെയാണ്. അപ്പോൾ സംഗീതമായിട്ട് നല്ല ബന്ധമുണ്ട് സംഗീതം തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ സംഗീതം
സരസ്വതിയുടെ സ്ഥാനദ്വയങ്ങൾ എന്നൊക്കെ പറയുന്നതിന് അർത്ഥമുണ്ട്. ശരിക്കും അത് തമ്മിൽ വലിയൊരു സാഹോദര്യം ഉണ്ട്, പരസ്പരം മത്സരിക്കുന്ന. ഇപ്പോൾ വാഗ്ഗേയകാരന്മാർ എന്നൊക്കെ പറഞ്ഞാൽ പരമ പദവിയായിരുന്നു പഴയ കാലത്ത്. വാഗ്ഗേയകാരൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, സ്വാതിരുന്നാളിലേക്ക് നമ്മൾ വാഗ്ഗേയകാരൻ എന്ന് പറയും. വാക്കും ഗേയവും പാട്ടും ഒരേപോലെ വശമുള്ള ആളാണ്. അയാൾക്ക് എഴുതാൻ പറ്റും, അയാൾ പാടും. അപ്പോൾ അത് ഈ സരസ്വതി എന്നുള്ള സങ്കല്പം രസകരമായ ഒരു സൗന്ദര്യാനുഭൂതി. സത്യം സുഭാഷ് ചന്ദ്രനും അങ്ങനെ ഒരു വ്യക്തിയല്ലേ? ഇല്ല, എനിക്ക് പാട്ട് പാടാനൊന്നും കഴിവ് തീരെയില്ല. ഞാൻ പാട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്, പാട്ട് പാടണമെന്ന് മോഹിച്ചിരുന്ന ആളാണ്. എൻ്റെ സ്കൂളിൽ ഞാനായിരുന്നു ലളിതഗാനത്തിന് എല്ലാ കാലത്തും ഫസ്റ്റ്. പ്രീ ഡിഗ്രിക്ക് ചെന്നപ്പോൾ എറണാകുളം സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ ചേർന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് മുറിമുക്കൻ രാജാവായിരുന്ന പോലെ പാട്ടുകാരനായിരുന്നു ഞാൻ. സെൻറ്റ് ആൽബർട്ട്സിൽ പാട്ടിന് ചേരുകയും എൻ്റെ ചെസ്റ്റ് നമ്പർ വിളിക്കുന്നതിന് മുമ്പ് പാടിയ കുട്ടികളുടെ അത്ഭുതകരമായിട്ടുള്ള സംഗീത വൈഭവം കണ്ട് നാണിച്ച് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തതാണ്. കാരണം എൻ്റെ ഒരു സർക്കാർ പള്ളിക്കൂടായിരുന്നു, 3000 കുട്ടികൾ പഠിക്കുന്ന ഒരു പാവപ്പെട്ട സർക്കാർ പടിഞ്ഞാറക്കടങ്ങൽ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ എൻ്റെ മുറിമൂക്ക് വലിയ ഗംഭീര മൂക്കായിരുന്നു. എന്നെ എല്ലാവരും പ്രശംസിച്ചിരുന്നു, ഞാൻ വലിയ പാട്ടുകാരനാവും, ഞാൻ തന്നെയും സ്വയം യേശുദാസാവുമെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. യേശുദാസ് എന്ന് പറഞ്ഞ് ആളില്ലായിരുന്നെങ്കിൽ ആ പദവി പിന്നെ എനിക്കായിരുന്നു കിട്ടേണ്ടിയിരുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ നല്ല പാട്ടുകാരെ നേരിട്ട് കണ്ടപ്പോൾ 17ഉം 16ഉം വയസ്സുള്ള മിടുക്കന്മാരായ സെൻറ്റ് ആൽബർട്ട്സിലെ അന്നത്തെ കുട്ടികൾ, അപ്പോൾ എൻ്റെ പേര് എസ് ആയതുകൊണ്ട് എന്നെ പിന്നീട് വിളിക്കാം. അപ്പോൾ ആൻ്റണി എന്ന് വിളിക്കും. അപ്പോൾ ഒരുത്തം വന്ന് സ്വര പ്രസ്ഥാരമൊക്കെ നടത്തിയിട്ട് ഗംഭീരമായിട്ട് പാടും. അപ്പോൾ ഞാൻ ഒരു കരിമുട്ടിൻ്റെ കഥയാണ് നീ എന്നുള്ളൊരു പാവപ്പെട്ട പാട്ടും പഠിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എനിക്കെന്നെ സ്വരമൊന്നും വായിക്കാനും അറിയില്ല, എൻ്റെ സ്വരസ്ഥാനങ്ങളൊന്നും അറിയില്ല. എനിക്ക് ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുള്ളൊരു പാട്ടാണ് അതൊക്കെ. അടുത്ത ബിനേഷ് എന്ന് പറയുമ്പോൾ ബിനേഷ് വന്ന് തകർപ്പനായിട്ട് പാടുക. അപ്പോൾ ഞാൻ എന്നെ തന്നെ അതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കി അവിടെ നിന്നോട്ട്. ആ 16 വയസ്സുള്ള കുട്ടി. ഞാൻ പിന്നെ കോളേജിലൊന്നും ഒരിക്കലും പാടിയിട്ടില്ല. എനിക്ക് അപകർഷതാബോധം കൊണ്ട് ഞാൻ ഇല്ല ദിവ്യ, ഞാൻ അങ്ങനെ ഒരു പാട്ടുകാരനല്ല. അത് പാട്ട് ഒരു മഹനീയമായിട്ടുള്ള ഒരുപാട് കാലത്തെ സബര്യ കൊണ്ടും സാധന കൊണ്ടും സ്വായത്തമാക്കേണ്ടുന്ന അർപ്പിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. യേശുദാസിനെ പറ്റി ഞാൻ പുസ്തകം എഴുതാനുള്ള കാരണം അതാണ്. ഈ ജേർണലിസ്റ്റിക്കായിട്ട് ആയിരക്കണക്കിന് ലേഖനങ്ങൾ യേശുദാസിനെ പറ്റിയുണ്ട്. പക്ഷെ നമ്മുടെ സർഗാത്മക സാഹിത്യകാരന്മാർക്ക് നമ്മുടെ മലയാളികൾക്കാണെന്ന് തോന്നുന്നു ഒരു അധമവാസനയുള്ളത്. ഇവർ സിനിമാ പാട്ടിനെയൊന്നും പുകഴ്ത്തൊന്നും പറയില്ല. ഇവർ രഹസ്യമായിട്ട് ആസ്വദിക്കുന്നത് എനിക്കറിയാം. പക്ഷേ ജാനകിയമ്മിയാണ് ഇഷ്ടപ്പെട്ട ഗായിക എന്നോ യേശുദാസാണ് അല്ലെങ്കിൽ ജയന്തരനാണ് ഇഷ്ടപ്പെട്ട ഗായിക എന്നോ പറഞ്ഞ് ഇവർ ചെറുതാവുന്നവർക്ക് പേടി. അതുകൊണ്ട് ഇവർ കിഷോരി അമ്മോങ്കർ, മെഹദി ഹസൻ, ബഡേ ഗുലാം അലി ഖാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. വാസ്തവത്തിൽ നമുക്ക് സൗന്ദര്യം ആസ്വദിക്കാനുള്ള കെൽപ്പുണ്ടെങ്കിൽ നമ്മുടെ തൊടിയിലെ ചെറിയ പൂവിനെയും, ഇപ്പോൾ യേശുക്രിസ്തു പറയും ഈ വയൽപ്പൂവിനെ ഒരു മണവാട്ടിയെ പോലെ അണിയിച്ചു ഒരുക്കിയത് ആരാണെന്ന് യേശുക്രിസ്തു സാക്ഷാൽ ദൈവപുത്രൻ അത്ഭുതപ്പെടുന്നുണ്ട്. അയാൾക്ക് അതിൻ്റെ മാസ്മരികമായ ഭംഗി കാണാനുള്ള കണ്ണുണ്ട്. പക്ഷെ നമ്മൾ എവിടെയുള്ള കാശ്മീരിൽ വിടരുന്ന പൂവിൻ്റെ സുഗന്ധത്തെപ്പറ്റി മാത്രം പറയുകയും നമ്മുടെ വയൽപ്പൂവിനെയും നമ്മുടെ മുക്കുറ്റിപ്പൂവിൻ്റെയും സൗന്ദര്യത്തെപ്പറ്റി പറയാൻ മടിക്കുകയും ചെയ്യും. അതുകൊണ്ട് താങ്കൾ പറയുന്ന പോലെ അത് കാണുന്നുണ്ടായിരിക്കും, കാണാതിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പറയാനുള്ള വിമുഖതയാണ്. അപ്പോൾ 50 വർഷം നമ്മുടെ മലയാളിയുടെ ജീവിതത്തിന് പിന്നണി പാടിയ മഹാഗായനാണ്. ഞാൻ ഒരു ദിവസം പോലും യേശുദാസിന്റെ ദാസേട്ടന്റെ പാട്ടുകൾ കേൾക്കാതെ നമ്മൾ കടന്നുപോയിട്ട്. ഞങ്ങളുടെ കോഴിക്കോട് മെഹദി ഹസൻ സാഹിബിനെ കൊണ്ടുവന്നു. അവിടെ വഹാബ് എന്ന് പറഞ്ഞ MP കോട്ടക്കൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. മെഹദി ഹസൻ ദൈവമാണ്, ശരിക്കും പാട്ടിൻ്റെ ദൈവമാണ്. നമ്മുടെ ലതാ മങ്കേഷ്കർ വിവാഹം കഴിക്കാതിരുന്നത് ഇയാളെ കല്യാണം കഴിക്കാൻ കിട്ടാത്തതുകൊണ്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അവർ കറാച്ചിയിലേക്ക് ഇന്ത്യ വിഭജനത്തിന് ശേഷം പോയി. ദൈവം ഉണ്ടോ എന്ന് ലതയോട് ചോദിച്ചപ്പോൾ ലത പറഞ്ഞുണ്ടല്ലോ, മെഹദി സാഹിബിൻ്റെ തൊണ്ടയിലുണ്ടല്ലോ എന്നാണ് മറുപടി. അത്രയും ആരാധനായ മനുഷ്യനാണ് അദ്ദേഹം. നമ്മുടെ കോട്ടക്കൽ ചികിത്സയ്ക്ക് വന്നപ്പോൾ ടാഗോർ തിയേറ്ററിൽ ഒരു ഗസൽ സന്ധ്യ വെച്ചു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഞങ്ങളതിന് മുമ്പ് ഞാൻ എൻ്റെ സുഹൃത്തും കൂടിയും കോട്ടയ്ക്കൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോയി കണ്ടു. ഒന്ന് കാല് തൊട്ട് വണങ്ങണം എന്ന് വിചാരിച്ച് പോയതാണ്. ആ പൊടി ഒന്ന് പറ്റിക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. പാകിസ്ഥാനി കേട്ടോ, അത് നമ്മൾ പ്രത്യേകിച്ച് പറയണം. പാകിസ്ഥാനിയുടെ കാലിലൊക്കെ പൊൻധൂളികളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അപ്പോഴാണ്. അപ്പോൾ അവിടെ ചെന്ന് തൊട്ട് വന്ദിച്ചു. അപ്പോൾ ഇവൻ എൻ്റെ കൂടെയുള്ള സുഹൃത്ത് ചോദിച്ചു, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഞങ്ങൾ ആരാധിക്കുന്ന 2-3 മഹൽ ശബ്ദങ്ങളുണ്ട്. തീർച്ചയായിട്ടും അങ്ങ് മെഹദി ഹസൻ സാഹിബ്, ഗുലാം അലി സാഹിബ്, ജഗജിത് സിംഗ്, അങ്ങനെ 2-3 വലിയ ശബ്ദങ്ങളുണ്ട്. അങ്ങയുടെ പേഴ്സണൽ ഫേവറേറ്റ് ശബ്ദം ഏതാണെന്ന് ചോദിച്ചു.
അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, നിങ്ങളെന്തിനാണ്, ഹിന്ദിയിലാണ് പറഞ്ഞത്, നിങ്ങളെന്തിനാണ് ഈ 2-3 പേരിൽ കറങ്ങി നടക്കുന്നത്, നിങ്ങളുടെ യേശുദാസ് സാഹിബിൻ്റെ അത്രയും നല്ല ശബ്ദം വരുമോ ഞങ്ങളുടെ എന്നാണ് ചോദിച്ചത്. ഒരു മലയ്ക്ക് ഒരു മലയെ കാണാനായിട്ടൊരു മടിയില്ല. ആ മലയ്ക്ക് അവിടെ നിന്ന് മറ്റേ മലയെ കാണാം. നമ്മൾ ചെറിയ മൊട്ടക്കുന്നുകൾക്ക് അതിൻ്റെ ഇപ്പുറത്തൊരു ചെറിയ ജാതി മരം നിൽപ്പുണ്ടെങ്കിൽ തന്നെ മറ്റത് കാണാൻ പറ്റില്ല. അപ്പോൾ അത് എനിക്കൊരു വലിയ തിരിച്ചറിവുണ്ടായ സന്ദർഭമാണത്. എന്തുകൊണ്ട് നമ്മുടെ എഴുത്തുകാർ യേശുദാസിനെ പറ്റി അർഹിക്കുന്ന ബഹുമാനത്തോടെ ഒരു പുസ്തകമോ ഒരു രചനയോ ആകെ അക്കിത്തമാണ് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ എഴുതാൻ പറഞ്ഞാലിന് യേശുദാസിനൊരു നമസ്കാരം പറഞ്ഞ് എഴുതി. പിന്നെ എഴുതി സക്കറിയാണ്. സക്കറിയ യേശുദാസിനെ ഭീകരമായിട്ട് കൊല വിളിച്ചുകൊണ്ടാണ് 25 വർഷം മുമ്പ് അദ്ദേഹം പിന്നീട് തിരുത്തി എഴുതി, എനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് എഴുതി. യഥാർത്ഥ സംഗീതത്തിൻ്റെ മുമ്പിൽ യേശുദാസ് ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയായിരുന്നു. അങ്ങനെയൊക്കെ വിമർശനമൊക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മുടെ മണ്ണിൽ നിന്ന് മുളച്ചു പോന്തിയ നമ്മുടെ തൊണ്ടയത് 100% നമ്മുടെ മലയാള മണ്ണിൻ്റെ തൊണ്ട. ഈ സഹീനിൽ നിന്ന് ഉത്ഭവിക്കുന്ന 44 നദികളും നമ്മുടെ ടെറൈനും നമ്മുടെ മനസ്സും ചേർന്നിട്ടാണ് ആ ശബ്ദം ഉണ്ടാക്കുന്നത്, അല്ലാതെ ഒരു വ്യക്തിയുടെ ശബ്ദമല്ല. ഇപ്പോൾ ഒരു സസ്യത്തിൻ്റെ മുഴുവൻ ആഗ്രഹങ്ങളുടെയും ഫലമായിട്ട് അതിലൊരു പൂ വിരിയുന്നത് പോലെ മലയാളി സമൂഹത്തിൻ്റെ ഈശ്വരനെ പോലെ പാടുന്ന ഒരു ശബ്ദം നമ്മുടെ കൂടെ വേണമെന്നുള്ള പ്രാർത്ഥനയിൽ വിരിഞ്ഞൊരു പൂവാണ്. അതിനെ നമ്മൾ അങ്ങനെ തന്നെ ബഹുമാനിക്കേണ്ടതല്ലേ? അത് ബഹുമാനിക്കാൻ നമുക്ക് പൊതുവിൽ നമ്മുടെ ഓണക്കാലം വരുമ്പോൾ നമ്മുടെ മിത്ത് ഈ മഹാന്മാരുടെ കാലിൽ ചവിട്ടുന്ന വാമനന്മാർ, ചെറിയ കുള്ളന്മാർ നമ്മുടെ മിത്തിൽ തന്നെ ഉണ്ട്. അവൻ അങ്ങനെ വേണ്ട, ഞാൻ അവനെ കേസിയായിട്ട്. പണ്ടൊരു നിരൂപകൻ പറഞ്ഞത്, മത്തേപത്തിൻ്റെ മസ്തകത്തിൽ കയറിയിരുന്ന് കാഷ്ടിച്ച് മത്തേപത്തേക്കാൾ മഹത്വമുണ്ടെന്നടിക്കുന്ന കാക്ക എന്നാണ് അത്തരക്കാരെ പറ്റി പറഞ്ഞത്. മത്തേപം എന്ന് വെച്ചാൽ മതിച്ചു നിൽക്കുന്ന ആന, മറ്റാർക്കും അടുത്ത് ചെല്ലാൻ പറ്റില്ല. പക്ഷെ കാക്ക ഈസിയായിട്ടൊന്ന് ചുറ്റിപ്പറന്ന് കാഷ്ടിച്ചിട്ട് പോകും. എന്നിട്ട് എല്ലാവരും നോക്കിയിട്ട്, കണ്ട ഞാനിപ്പോൾ വലിയ വലിയ മത്തഗജങ്ങളുടെ മസ്തകത്തിലാണ് കാഷ്ടിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഇടുക്കം മലയാളിയുടെ മനസ്സിന് പണ്ട് മുതലേ ഉണ്ട്. ഈ വാമനൻ മിത്തായി വരുന്നത് അതുകൊണ്ടാണ്. ഒരു വലിയ അസുര ചക്രവർത്തി നന്നായിട്ട് ഭരിക്കുമ്പോൾ എന്നാൽ നിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഒരു ചെറിയ ഇളവ്, വർഷത്തിൽ വേണമെങ്കിൽ ഒരു ദിവസമൊക്കെ വന്ന് കണ്ടോ അത്രയും മതി എന്ന് പറയുന്ന ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ ഒരു ഇതുണ്ട്. യേശുദാസിനെ പറ്റി നമ്മുടെ നവോത്ഥാനം സാധ്യമാക്കിയ നാരായണഗുരുവിലൂടെയൊക്കെ നവോത്ഥാനം സാധ്യമാക്കിയ ഏറ്റവും നല്ല സൽഫലാണ് യേശുദാസ്. അതായത് മട്ടാഞ്ചേരിക്കാരനായിട്ടുള്ള ഒരു ക്രിസ്ത്യാനി പയ്യൻ, നസ്രാണി പയ്യൻ, പാലക്കാട്ടെ അയ്യന്മാർക്കും ബ്രാഹ്മണർക്കും മാത്രം വിരാജിച്ചുകൊണ്ടിരുന്ന സംഗീതത്തിൻ്റെ പീഠത്തിൻ്റെ ഇടയ്ക്ക് ഒരു കസേര വലിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരെ കൊണ്ടും പക്കവാദ്യം വായിപ്പിക്കുക, നിങ്ങൾ എനിക്ക് പക്കം വായിച്ചോ ഞാൻ പാടാം എന്ന് മലയാളത്തോട് പറഞ്ഞു തരുക. അതൊരു വലിയ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ഒരു വലിയ സൽസന്തതിയാണ് യേശുദാസ്. പക്ഷെ അതിനെ അങ്ങനെ മനസ്സിലാക്കാതെ വേറൊരു തരത്തിൽ ഞാൻ മാർക്കിടാം, ഞാൻ എന്നെ നോക്കൂ ഞാൻ മാർക്കിടാം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ മരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു ബഹുമാനം, എൻ്റെ പ്രാണൻ അടയുന്നതിന് മുമ്പ് ഞാൻ കേട്ട ഈ മധുര ശബ്ദത്തിന് എന്നെ മലയാള ഭാഷയുടെ ഓരോ വാക്കിൻ്റെയും സൗന്ദര്യം അനുഭവിപ്പിച്ചു തന്ന ഈ വലിയ മനുഷ്യന് ഒരു നമസ്കാരം പറയണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ദാസ് ക്യാപിറ്റൽ എഴുതിയത്. സന്തോഷം. അത് ഞങ്ങൾക്ക് സമ്മാനിച്ചതിനും അതിലേറെ നന്ദി. താങ്കളിപ്പോൾ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു ഈ ഒരു വിഷയത്തിൽ. എനിക്ക് തോന്നുന്നു സമുദ്രശിലയിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിലെ അമ്പയെക്കുറിച്ചുള്ള വർണ്ണനയും അതിൻ്റെ വികാരങ്ങളും ആ അനുഭവഭൂതിയിലൂടെ കടന്നു പോകുമ്പോഴുമൊക്കെ അവിടെയും സൗന്ദര്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. പക്ഷെ അമ്പയെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരുപക്ഷെ സൗന്ദര്യമില്ലാത്തവൾ എന്നുള്ള ഒരു രീതിയിലാണ്. അത് ഞാൻ മനസ്സിലാക്കിയത്, അത് ഒരു പ്രാവശ്യമല്ല, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം അത് വായിക്കുമ്പോഴും ഓരോ പുതിയ ഒരു വെളിപാടാണ് എനിക്കുണ്ടാവുന്നത്. അപ്പം അമ്മയാകുന്നതിന് മുമ്പേ ഞാനത് വായിച്ചിരുന്നു, അമ്മയായതിനു ശേഷം ഞാനത് വായിച്ചു. അപ്പോൾ ആ 2 പ്രാവശ്യം അത് വായിക്കുമ്പോൾ അതിലെ ഗ്രന്ഥകാരൻ എന്ന നിലയിൽ താങ്കൾ എഴുതിയിട്ടുള്ള അമ്പ എന്നുള്ള ഒരു കഥാപാത്രത്തിന് പല ലെയേഴ്സ് ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒരു പക്ഷേ അമ്പയുടെ സൗന്ദര്യമില്ലായ്മ എന്ന് പറയുന്നത് അവൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെയും അവൾ കടന്നു പോകുന്ന ആഘാതത്തിൻ്റെയും ഒക്കെ ഒരു നിഴൽ അവളുടെ മേൽ പതിച്ചിട്ടാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിലെ സൗന്ദര്യം എന്നുള്ളതിലപ്പുറം എനിക്ക് തോന്നുന്നു സുഭാഷ് ചന്ദ്രൻ എന്നുള്ള ഒരു എഴുത്തുകാരനിലുള്ള ഒരു സ്ത്രൈണത, ഒരു മാതൃത്വത്തിൻ്റെ ഒരു വെളിപ്പെടലായിട്ടാണ് എനിക്ക് ആ
സമുദ്രശില എന്നുള്ള പുസ്തകം ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു പുരുഷന് ഇത്രയധികം ഒരു സ്ത്രീയുടെ കാലിൽ നിന്നുകൊണ്ട്, ഒരു സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ കയറി ഇരുന്നു കൊണ്ട് ആ പുസ്തകം രചിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് അത് വായിച്ചപ്പോൾ ശരിക്കും. അപ്പോൾ അതിൽ പറയുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ ആൺ രീതികളെ വിമർശിച്ച് പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. താങ്കളിപ്പോൾ പറഞ്ഞ ഒരു വിഷയവുമായി ചേർത്ത് പറയുകയാണെങ്കിൽ, ഒരു പക്ഷേ തന്നിലെ കുറവുകളെ, കൃത്യമായിട്ട് ആ വാക്കാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ തന്നിലെ കുറ്റങ്ങളെയും കുറവുകളെയും മറ്റൊരാളുടെ മേൽ വിലയിരുത്തലായി പറയുന്ന ആൺ രീതിയെക്കുറിച്ച് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ തന്നെ ഒരു മറുവാക്കാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് തോന്നുന്നു, നമ്മൾ യേശുദാസിൻ്റെ കാര്യത്തിലൊക്കെ സംസാരിക്കുമ്പോഴും. അപ്പം ഉള്ളിലെ ഈ പറയുന്ന സ്ത്രൈണത ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള പുരുഷന്മാർ എത്ര പേരാണ് തിരിച്ചറിയുന്നത്? അത് നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് എന്ന് എത്ര പേരാണ് അതിനെ തിരിച്ചറിയുന്നത്, അതിനെ പരിപോഷിപ്പിക്കുന്നത് എന്ന് എനിക്കറിയില്ല. അതിനുള്ള ഒരു വലിയൊരു എടുത്തുകാട്ടായിട്ടാണ് എനിക്ക് സമുദ്രശില അനുഭവപ്പെട്ടത് ശരിക്കും. ആ ഒരു എൻ്റെ മനസ്സിലാക്കൽ ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ശരിയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ഞങ്ങളോട് സംസാരിക്കണം. ദിവ്യയെപ്പോലൊരു വലിയ സ്ത്രീ, നല്ല സ്ത്രീ, സുഭാഷ് ചന്ദ്രനൊരു സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞതിലൊരു അഭിമാനമായിട്ട് ഞാൻ വിചാരിക്കും. അത് ഒരു പുരസ്കാരം പോലെ സ്വീകരിക്കണം. മനുഷ്യനാമുഖം എന്നുള്ള എൻ്റെ ആദ്യത്തെ നോവൽ വന്നപ്പോൾ അതിന് കിട്ടിയ ഏറ്റവും വിമർശനം, ഇത് പുരുഷനൊരാമുഖം എന്ന് പേരിട്ടാലും കുഴപ്പമില്ല, ഇയാളൊരു മുരടനായ ഒരാണാണ്, അയാളുടെ പുരുഷ സങ്കല്പങ്ങൾ മാത്രമാണ് അതിനകത്തുള്ളതെന്നാണ്. അപ്പോൾ എനിക്ക് അതൊരു വെല്ലുവിളി പോലെ തോന്നിയിരുന്നു. ശരിയാണ്, ഞാൻ 100 വർഷത്തെ കേരളത്തിൻ്റെ വൈകാരിക ചരിത്രം എഴുതാനാണ് ശ്രമിച്ചത് മനുഷ്യനാമുഖത്തിൽ. തീർച്ചയായിട്ടും പോയ 100 വർഷത്തിലെ മലയാളി ജീവിതം മാത്രമല്ല, ഇന്ത്യൻ ജീവിതം, ലോക ജീവിതവും പുരുഷാധിപത്യത്തിൻ്റെ കണ്ണിലൂടെ നടന്ന ഒരു വൈകാരിക സംക്രമണത്തിൻ്റെ കഥയാണത്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി എഴുതുമ്പോൾ അറിയാതെ നായകന്മാർ കൂടുതൽ വീരസ്യമുള്ള ആണുങ്ങളെപ്പറ്റി നമ്മൾ എഴുതി പോവും. എല്ലാം സഹിച്ച് മണ്ണടിഞ്ഞു പോയ കുറേ പെണ്ണുങ്ങളെ നമുക്ക് ഓർക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആ നോവലിൽ അങ്ങനെ വന്നത്. പക്ഷേ സമകാലിക ജീവിതത്തിൽ നിന്ന് ഒരു സ്ത്രീ കഥാപാത്രത്തെ നായികയാക്കിയിട്ട് എഴുതണമെന്ന് തോന്നിയപ്പോൾ എനിക്ക് എത്രമാത്രം ഈ പരകായ പ്രവേശനം സാധ്യമാകുമോ അത്രമാത്രം ക്ലേശിച്ച്, എന്നെപ്പോലെ ഒരു മുരടൻ മനുഷ്യന് ഒരു പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ കയറാൻ ഭയങ്കര പാടാണ്. സാധാരണ പുരുഷന് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ കയറിക്കൂടിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ദിവ്യ പറഞ്ഞത് വളരെ ശരിയാണ്. സ്ത്രൈണഭാവങ്ങളായിട്ടുള്ള കരുണ, വാത്സല്യം, കരുതൽ, സഹനം തുടങ്ങിയ ക്വാളിറ്റികൾ, മേന്മകൾ ഒരു പുരുഷനിൽ കണ്ടാൽ നമ്മൾ അത് കുറവായിട്ടാണ് ധരിക്കുക. കുറച്ച് സ്ത്രൈണ പ്രകൃതിയായിട്ടാണ് അതൊരു കുറവായിട്ടും. പുരുഷൻ്റെ യോഗ്യതകളായിട്ടോ അല്ലെങ്കിൽ മേന്മയായിട്ടോ നമ്മൾ കാലാകാലങ്ങളായിട്ട് വിചാരിക്കുന്ന നേതൃത്വ പാഠവും അല്ലെങ്കിൽ അത്തരം ക്വാളിറ്റികൾ ഒരു സ്ത്രീയിൽ കാണുമ്പോൾ അതൊരു എഫിഷ്യൻസി ആയിട്ടുമാണ് കണക്കാക്കുന്നത്. സ്ത്രീ സ്ത്രീ എന്നാണ് പറയുക. പക്ഷേ യഥാർത്ഥത്തിൽ കരയാനും വിലപിക്കുവാനും ചേർത്ത് പിടിക്കുവാനും സ്ത്രീയുടെ ലോലഭാവങ്ങളെ മനസ്സിലാക്കുവാനും സാധിക്കുന്ന പുരുഷനാണ് കൂടുതൽ വലിയ പുരുഷൻ എന്ന് വിചാരിക്കുന്നത് ഞാൻ. അതുകൊണ്ട് യേശുക്രിസ്തു ബൈബിളിൽ 2 കുത്തുകൾക്കിടയിലുള്ള ഏറ്റവും ചെറിയ വാക്ക് ജീസസ് വെപ്റ്റ് എന്നാണ്, കർത്താവ് തേങ്ങി എന്നാണ്. പക്ഷേ ബൈബിളിലെ ഏറ്റവും വലിയ വാചകം, യഥാർത്ഥത്തിൽ ഏറ്റവും ഭാരമുള്ള വാചകം ജീസസ് കർത്താവ് തേങ്ങി എന്നുള്ളതാണ്. ബൈബിളിൻ്റെ മലയാള വിവർത്തനങ്ങൾക്ക് വിലാപ്പുറങ്ങൾ എന്ന് പറയുന്നൊരു ഭാഗം, വിലാപ്പുറങ്ങൾ എന്ന് വെച്ചാൽ വിലപിക്കാനുള്ള പുറം, ചെസ്റ്റിനാണ്. അതിൻ്റെ നല്ല മലയാളമാണ്. അതായത് സ്ത്രീക്ക് വിലപിക്കാനുള്ള പുറമാണ് പുരുഷൻ്റെ നെഞ്ചെന്നുള്ള സങ്കല്പത്തിൽ നിന്ന് ആ പേര് വന്നത്. പ്രകൃതി അങ്ങനെ ഉയരമുള്ള പുരുഷനെയും നെഞ്ചുവരവുള്ള സ്ത്രീയെയും സങ്കല്പിച്ചത് ഇങ്ങനെയാണെന്നാണ് എൻ്റെ വ്യാഖ്യാനം. അസല അങ്ങനെയൊന്നുമല്ല. പുരുഷന് തേങ്ങിക്കരയാനുള്ള ഒരു വലിയ മാർഗ്ഗമാണ് സ്ത്രീയുടെ, അല്ലാതെ തിരിച്ചല്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ എന്നാൽ ആ രൂപകൽപ്പനയിൽ നിന്ന് ആയിരിക്കണം ബൈബിൾ, ഇംഗ്ലീഷ് ബൈബിളിൽ എവിടെ കർത്താവ് അശരണരെയും അഗതികളെയും രോഗികളെയും എല്ലാം ഇപ്പോൾ ലാസറിനെ ചേർത്ത് പിടിക്കുന്നു, കുഷ്ഠരോഗിയെ, മരിച്ചവനെ ഉയർത്തെഴുന്നു, അങ്ങനെ എല്ലാം തൻ്റെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ചു എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പുരുഷൻ്റെ നെഞ്ചിന് ഇംഗ്ലീഷിൽ പറയുന്ന ചെസ്റ്റ് എന്നല്ല, ബ്രസ്റ്റ്, അപ്പോൺ ഹിസ് ബ്രസ്റ്റ് എന്നാണ് പറയുക. അതായത് കർത്താവ് തൻ്റെ ബ്രസ്റ്റിനോട് ചേർത്ത് പിടിച്ചു എന്നാണ് പറയുക. ശ്രീരാമകൃഷ്ണ പരമഹംസർ താൻ ജീവാത്മാവും കൃഷ്ണൻ പരമാത്മാവുമാണ് എന്ന് കരുതി നൃത്തം ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ടായി. ചേല ഉടുത്തിട്ട് അദ്ദേഹം നൃത്തം ചെയ്യുമായിരുന്നു. അത് ഈ മീരയുടെയൊക്കെ ഭക്തി പോലത്തെ മറ്റൊരു തീവ്ര ഭക്തിയാണ്.
ഓരോ മനുഷ്യജീവിയും ജീവാത്മാവാണെന്നും പരമാത്മാവ് എന്ന് പറയുന്നത് കൃഷ്ണനാണെന്നുള്ള സങ്കല്പമാണ്. അവിടെ സ്ത്രീ ജീവാത്മാവാണ് എന്നും പരമാത്മാവ് പുരുഷനാണെന്ന് സങ്കല്പമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുലകൾ ചുരന്നു എന്ന് ജീവചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ആ സമയത്തല്ല, സ്ത്രീയായി സങ്കല്പിച്ച് അദ്ദേഹം നൃത്തം ചെയ്യുമ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ മുലകൾ ചുരന്നു എന്ന് വാത്സല്യം കൊണ്ടും ഈ പുരുഷ സങ്കല്പത്തിന് വിധേയനായതുകൊണ്ടുമാണ്. അപ്പോൾ അത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ആത്മാഭിമാന പ്രശ്നമാണ് ഈ പൗരുഷം എന്ന് പറയുന്ന സംഗതി. അപ്പോൾ കരയുന്ന പുരുഷൻ ഭംഗിയില്ലാത്തൊരു ദൃശ്യമാണ് എന്ന് പണ്ട് പോലെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കരയുന്ന പുരുഷനോളം അലിവുള്ളൊരു ദൃശ്യം ലോകത്ത് മറ്റെങ്ങുമില്ല. അവനെ കരയാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കരഞ്ഞ പുരുഷന്മാർ എഴുതിയ കഥകളും കവിതകളും അങ്ങനെ കരഞ്ഞ പുരുഷന്മാർ ചെയ്ത ശില്പങ്ങളുമൊക്കെയാണ് ലോകോത്തരങ്ങളായിട്ട്. ഇപ്പം പിയത്ത എന്ന് പറഞ്ഞ ശില്പത്തിൽ ഒരു പുരുഷൻ്റെ കരച്ചിലുണ്ട്. അമ്മയെ മടിയിൽ മകനെ ശവശരീരം ഇറക്കി കിടത്തുന്ന അമ്മയുടെ ആ കരച്ചിൽ കാണാൻ പറ്റുകയും അത് എക്കാലത്തേക്കുമായിട്ട് കല്ലിൽ മാർബിളിൽ അതിനെ അനശ്വരമാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു ഗംഭീരനായ സ്ത്രീ മനസ്സ് കൂടിയുള്ള ഒരു പുരുഷൻ്റെ സാന്നിധ്യം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് വരുന്നത്. അതുകൊണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിനിപ്പോൾ 6 വയസ്സായി. അതിന് മുമ്പ് പല വേദികളും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അവന് 2 വയസ്സുള്ളപ്പോൾ അല്ലെങ്കിൽ 3 വയസ്സുള്ളപ്പോഴൊക്കെ കുട്ടികൾ കരയല്ലോ സ്വാഭാവികമായിട്ട്. പക്ഷേ കരയുമ്പോൾ മറ്റാരെങ്കിലും ഉണ്ട്, വീട്ടിലാരെങ്കിലും കയറി വരുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം പറയുന്ന കാര്യം, നീ ഒരു ആങ്കൊച്ചല്ലേ, പെങ്കൊച്ചിനെ പോലെ കരയരുത് എന്നുള്ള ഒരു ഡയലോഗ് എത്ര പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ളതെന്നറിയില്ല. അപ്പോൾ ഞാനായതുകൊണ്ട് അവരോട് തിരികെ പറയും. പക്ഷേ എന്നാലും നമുക്ക് എല്ലാവരോടും അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കണം എന്നില്ല. പക്ഷെ അതുപോലെ തന്നെ ആൺകുട്ടികൾ കരയുന്നതിന് ഈ പ്രശ്നം ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ പെൺകുട്ടികൾ അട്ടഹസിച്ച് ചിരിക്കുന്നതിനോടും ആളുകൾക്ക് വലിയൊരു പ്രശ്നമുണ്ട്. അത് തന്നെ ഈ ഒരു റോൾ റിവേഴ്സൽ എന്നുള്ള രീതിയിൽ വന്നാൽ ആർക്കും കുഴപ്പമില്ല. ആൺകുട്ടികൾ ചിരിച്ചാൽ കുഴപ്പമില്ല, പെൺകുട്ടികൾ കരഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറിയാൽ എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. അപ്പം ആ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ നോക്കുമ്പോൾ താങ്കൾ ഈ പറയുന്ന കാര്യം ഒരു പക്ഷേ പുതിയ തലമുറയിലേക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമാണ് ആ ഒരു കഥാപാത്രത്തിലൂടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അംബ ദിവ്യ സൂചിപ്പിച്ച പോലെ സൗന്ദര്യമില്ലാത്ത സ്ത്രീയാണെന്ന് പറഞ്ഞു. നമ്മുടെ 100-120 വർഷത്തെ കഥന പാരമ്പര്യത്തിൽ നമ്മൾ നായികയായിട്ട് അവതരിപ്പിച്ച സ്ത്രീയെ പറ്റി വർണ്ണിച്ചു തുടങ്ങുമ്പോൾ ആദ്യം അവളുടെ വിടർന്ന കണ്ണുകളെ, കാറ്റത്തിളകിയാടുന്ന അളകങ്ങളെ, അവളുടെ ചെഞ്ചോരി വായിനെ, അവളുടെ നിതംബ ഗുരുതയാൽ താൻ ക്ഷിതി വിടാതെ തങ്ങുന്ന ഷോണീരംഭയാണെന്ന് പറയുക. അങ്ങനെ വർണ്ണിച്ച് നമ്മൾ പച്ചക്കരിമ്പ് തുണ്ടാണെന്ന് വരെ പറയുക, വസ്തു ആയിട്ട് പറയുക. പക്ഷേ ഭംഗിയില്ലാത്ത മനുഷ്യരുടെ മനസ്സും ഭംഗിയുള്ള മനുഷ്യരുടെ മനസ്സിൽ നിന്ന് ഒരു വ്യത്യാസമില്ലല്ലോ. ഇപ്പോൾ നാഴി തിളച്ച വെള്ളം ഒഴിച്ചാൽ നമുക്ക് ഐശ്വര്യയുടെ ഭംഗി കെടുത്താം. പക്ഷെ നാഴി തിളച്ച വെള്ളം ഒഴിച്ചാൽ ലതാ മങ്കേഷ്കറുടെ ശബ്ദം കെടുത്താൻ സാധിക്കുകയില്ല. അപ്പോൾ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വളരെ ആപേക്ഷികമായിട്ടുള്ളൊരു സംഗതിയാണ്. മണ്ണടിയൊന്നും ഇല്ല. ഇപ്പോൾ കാളിദാസൻ്റെ മുഖം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, ഭക്തമീരയുടെ മുഖം എങ്ങനെയാണ്, സുന്ദരിയാണോ എന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന പഴയ കാലത്തിൻ്റെ ഗംഭീരന്മാരായിട്ടുള്ള ജീനിയസുകളുടെ മുഖത്തെപ്പറ്റി നമുക്ക് യാതൊരു ധാരണയില്ല. അവരുടെ ആത്മാവിൻ്റെ സൗന്ദര്യമാണ് നമ്മൾ കാണുന്നത്. ദൈവങ്ങളുടെ രൂപവും ആകാരവും പോലും ഒരുപക്ഷെ രാജാരവിവർമ്മ വരച്ചിട്ടുള്ള സൗന്ദര്യമാണ് നമുക്കൊക്കെ അറിയാവുന്നത്. അപ്പോൾ അല്ല, ഇതുങ്ങളൊക്കെ നല്ല കോലത്തിൽ നടന്നോട്ടെ എന്ന് കരുതിയിട്ട് അദ്ദേഹം വരച്ച് നല്ല രൂപത്തിലാക്കിയത്. ശരിക്കും ദൈവങ്ങളുണ്ടെങ്കിൽ ഒരു കോലം കെട്ട പേക്കോലങ്ങളായിരിക്കണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ കാൽപ്പനിക ശക്തിയാണ് ദൈവങ്ങൾ എന്നൊരിക്കൽ താങ്കൾ പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും കുട്ടിക്കാലം പോലെ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. നമ്മൾ ഒരു ക്ഷേത്രത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ അകത്ത്, ഒരു പള്ളിയുടെ അകത്ത്, ഒരു മോസ്കിൻ്റെ അകത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ദൈവികത എന്ന് പറയുന്നത് അവിടെ കുറേ പലതരത്തിലുള്ള കലാകാരന്മാർ, ഗംഭീരന്മാരായ ജീനിയസുകൾ ചേർന്ന് സൃഷ്ടിച്ച കലയുടെ ദൈവികതയാണ്. ഇപ്പോൾ യേശുദാസ് പാടിയ ഗുരുവായൂരപ്പൻ്റെ ഭക്തിഗാനം കേട്ടാൽ ആർക്കും ഗുരുവായൂരപ്പൻ ഒരു നേരമെങ്കിലും കാണാതെ വയ്യാൻ തോന്നും. പക്ഷെ അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാക്കുന്ന ഒരു കലാകാരനാണ് സംഗീതജ്ഞൻ. അത് എഴുതിയ ആൾ, കൃഷ്ണനെ വരച്ച ചിത്രകാരന്മാർ, അവിടുന്ന് കേൾക്കുന്ന ശംഖനാദം, ഇടയ്ക്കയുടെ ശബ്ദം, ദീപാലങ്കാരത്തിൻ്റെ ആ വിന്യാസം, നിലവിളക്കിൻ്റെയൊക്കെ ഘടന എന്ന് വെച്ചാൽ അതിഗംഭീരമായ സംഗതിയാണ്. ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ നിങ്ങൾക്കറിയാം, അൾത്താരകളിലൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുള്ള
ലോകോത്തരന്മാരായിട്ടുള്ള ഇപ്പോൾ സിസ്റ്റീൻ ചാപ്പലിൻ്റെ താഴികക്കുടത്തിൽ സാക്ഷാൽ മൈക്കലാഞ്ചലോയാണ് ക്രിയേഷൻ ഓഫ് ആദം വരച്ചിട്ടുള്ളത്. അപ്പോൾ ദൈവത്തെ പോലും നടുക്കുന്ന അല്ലെങ്കിൽ ദൈവങ്ങളെ പോലും സൃഷ്ടിച്ച അതിഗംഭീരന്മാരായ കലാകാരന്മാർ ഉണർത്തിവിട്ട വൈകാരിക അനുഭൂതിയാണ് സാധാരണ മനുഷ്യൻ ദൈവമായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. അവന് ദൈവത്തെപ്പറ്റി ധാരണയില്ല. അപ്പോൾ അവൻ ഒരു നേരമെങ്കിലും കാണാതെ വയ്യാതെ അവൻ ഗുരുവായൂരപ്പ എന്നറിയാതെ വിളിച്ചു. അവൻ അവിടെ നിന്ന് ഇടയ്ക്കുന്ന അത് സോപാന സംഗീതം കേൾക്കുമ്പോൾ ആ സംഗീതം കേരളത്തിൽ രാമപൊതുവാൾ ഉണ്ടാക്കുന്ന സംഗീതം ഉണ്ടാക്കുന്ന ദൈവിക അനുഭവത്തെ അവൻ ദൈവം തന്നെയായിട്ട് തെറ്റിദ്ധരിക്കും. ഒരു അതിഗംഭീരമായ ഗണപതിയുടെ ശില്പം കണ്ട് നമസ്കരിക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ അത് ഉണ്ടാക്കിയ ശില്പിക്കാണ് നമസ്കാരം കൊടുക്കുന്നത്. എൻ്റെ ദൈവമേ വിളിച്ചു പോകും. അതിൻ്റെ പൂർണ്ണത കാണുമ്പോൾ നമ്മൾ ദൈവത്തെ ഇല്ലാത്തൊരു ദൈവത്തെ പോലെ നമ്മൾ നമസ്കരിച്ചു പോകും. അപ്പോൾ ദൈവത്തെ പ്രതി കൊടുക്കുന്ന എല്ലാ വന്ദനങ്ങളും ദൈവസങ്കല്പം സൃഷ്ടിച്ച കലാകാരന്മാർക്കുള്ള വന്ദനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ 33 കോടി ദൈവങ്ങളുള്ള ഇന്ത്യ എന്ന് പറഞ്ഞാൽ 33 കോടി ക്രിയേറ്റീവായിട്ടുള്ള ഭാവനാശാലികളായിട്ടുള്ള എഴുത്തുകാരുള്ള ഇന്ത്യ എന്നർത്ഥം. അത്രയും പേർക്ക് അമ്പലങ്ങളുണ്ടാക്കി. നമ്മുടെ ഷെർലക് ഹോംസിന് ഇവിടെ വീടുണ്ടാക്കിയിട്ട് ഇപ്പോഴും ആളുകൾ പറയില്ല. ഓർഹാൻ പാമുക്ക് ഇന്നസെൻസിൻ്റെ ഒരു ബംഗ്ലാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. സാങ്കല്പിക കഥാപാത്രങ്ങൾക്ക് വീടുകൾ കിട്ടുന്നത് പോലെയാണ് നമ്മുടെ മുഴുവൻ ദേവാലയങ്ങളും. നമ്മുടെ എല്ലാ മതങ്ങളുടെയും എല്ലാ ജാതികളുടെയും ഭൂമിയിൽ മുഴുവനുള്ള എല്ലാ ആരാധനാലയങ്ങളും ഗംഭീരന്മാരായ എഴുത്തുകാർക്കുള്ള സ്മാരകങ്ങളാണ്. അവരെ സൃഷ്ടിച്ച എഴുത്തുകാർക്കുള്ള സ്മാരകങ്ങൾ. അവിടെ പോയി ആളുകൾ വന്ദിക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു വിഹിതം സുഭാഷ് ചന്ദ്രൻ ദേവിക്കൊക്കെ കിട്ടുന്നുണ്ട്. കലയുടെ ആ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇപ്പം ഒരു കല്ലിനെ വിഗ്രഹമാക്കി മാറ്റുന്ന കലാകാരരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ജ്ഞാനസ്നാനത്തിൽ പറയുന്ന ആ ഒരൊറ്റ വാചകം ഏറ്റവും ആകർഷണീയമായിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ ആലോചിച്ചില്ലല്ലോ എന്നൊരു പക്ഷേ പലർക്കും തോന്നിയിട്ടുള്ള കാര്യം ഉപ്പിനെക്കുറിച്ച് പറയുന്ന ഒരു വാചകമാണ്. ബാക്കി നമ്മൾ കഴിക്കുന്ന എല്ലാ വസ്തുക്കളും ജീവോൽപത്തിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അജൈവികമായിട്ടുള്ള നമുക്ക് ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന ഒരേ ഒരു കാര്യം ഉപ്പാണ് ഈ ഭൂമിയിൽ എന്നുള്ളത്. പക്ഷേ ആ ഉപ്പാണ് എല്ലാത്തിനും രുചി പകരുന്നത്. അപ്പോൾ കല എന്ന് പറയുന്നത് ശരിക്കും ജീവിതത്തിൻ്റെ ഒരു ഉപ്പല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ലാവണ്യം എന്നുള്ള വാക്കിന് ലവണം എന്നുള്ള വാക്കിന് വന്നത്. അതെ. ഇപ്പോൾ മഹാത്മാഗാന്ധി അങ്ങനെ അത് പറഞ്ഞിട്ടില്ല എവിടെയും. മഹാത്മാഗാന്ധിയുടെ പക്ഷെ അത് അതിനെപ്പറ്റിയുള്ള എന്തുകൊണ്ട് ഉപ്പ്, മഹാത്മാഗാന്ധി എന്തുകൊണ്ട് ഉപ്പിനെ ഒരു സമരായുധമാക്കി എന്നുള്ള ആലോചനയിൽ നിന്നാണ് എൻ്റെ ആഴങ്ങളിലേക്ക് പോയത്. അഹിംസ എന്നുള്ള വാക്കിൻ്റെ വെളുത്ത പ്രത്യക്ഷമാണ് ഉപ്പ്. കാരണം നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും ഹിംസ അടങ്ങിയിട്ടുണ്ട്. സസ്യഭക്ഷണം കഴിച്ചാലും മാംസഭക്ഷണം കഴിച്ചാലും അതിലങ്ങനെ ജീവനിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ജീവോ ജീവസ്യ ജീവനം എന്ന് പറയുന്ന പഴയ ഭാഗവതത്തിലുള്ളൊരു ലക്ഷ്മി ഭാഗവതത്തിലുള്ളൊരു വരിയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പം അമ്പലത്തിൽ പോയപ്പോൾ അവിടുത്തെ ഒരു സംസ്കൃത ഒരു ആചാര്യൻ ഈ ഭാഗവത സപ്താഹം നടത്തുമല്ലോ, അയാൾ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടതാണ്. അതായത് ജീവോ ജീവസ്യ ജീവൻ എന്നൊരു പ്രമാണമുണ്ട് ഭാഗവത്തിൽ നിന്ന് പറയാം. അതിനർത്ഥം ഭൂമിയിലുള്ള എല്ലാ ജീവനുകളും എല്ലാ ജന്തുക്കളും ഇതര ജീവനുകളെ ആഹാരമാക്കിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ സസ്യാഹാരിയോ ചീര ഒരു ജന്തുവാണ്, ഒരു ജീവനാണ്. മല്ലി എന്ന് പറയുന്നത് സസ്യത്തിൽ നിന്ന് കിട്ടുന്നതാണ്. മുളക് എന്ന് പറയുന്നത് സസ്യത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ കഴിക്കുന്ന എല്ലാ ജന്തുക്കളും കഴിക്കുന്ന മുഴുവൻ ഭക്ഷണ പദാർത്ഥം അതർ ദാൻ വാട്ടർ, വെള്ളം ഒഴികെ, വെള്ളം എന്ന് പറഞ്ഞാൽ ഈറ്റിലാണ്, ജീവൻ്റെ ഈറ്റിലാണ്. അതിനകത്താണ് എല്ലാ ജീവനുകളും ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള ആ വാചകം അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും ജീവനിൽ നിന്ന് ഉരുവായ സംഗതികളാണ് ഭക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കുട്ടി മനസ്സിൽ ഞാൻ 7 വയസ്സോ 8 വയസ്സോ ഉണ്ട്. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നത് കേട്ടപ്പോൾ. ഞാനത് വീട്ടിൽ ചെന്നിട്ട് അടുക്കളയിലുള്ള ഓരോ സാധനങ്ങളും ഇങ്ങനെ എടുത്ത് നോക്കി. അപ്പോൾ ശരിയാണ്, ഒന്നും അല്ലാത്തതില്ല, എല്ലാം ജീവനായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെ ഞാനത് മറന്നുപോയിരുന്നു. പിന്നെ മഹാത്മാഗാന്ധി, അഹിംസയുടെ ആചാര്യനായിട്ടുള്ള മഹാത്മാഗാന്ധി ഉപ്പിനെ ഒരു സമരായുധമാക്കിയതിനെ പറ്റി ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം ഈ ബേസിക്കായിട്ട് നമ്മുടെ ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നുള്ള 3 ബേസിക് സംഗതികളെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് നന്നായിട്ട് ഉൾച്ചേർത്ത ഒരാളാണ്. അത് മിനിമലിസത്തിൻ്റെ ആചാരമാണ്. വസ്ത്രം എന്ന് പറയുന്ന സംഗതിക്കാണ് അദ്ദേഹം ചമ്പാരനിൽ പോയിട്ട് നീലം സത്യാഗ്രഹം നടത്തിയത്. ആദ്യത്തെ സമരമാണ് ഇന്ത്യയിൽ ഗാന്ധിയുടെ. അദ്ദേഹം തന്നെ വസ്ത്രം മിനിമലിസത്തിലേക്ക് പോയ ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട്, പാർപ്പിടത്തെ പറ്റിയുള്ള സങ്കല്പം ആശ്രമമാണ്. ഒരു പൊളിറ്റിക്കൽ നേതാവിൻ്റെ ഓഫീസിന് ആശ്രമം എന്ന പേരിടാൻ ധൈര്യം കാണിച്ച ഒരാളാണ് മഹാത്മാഗാന്ധി. മിനിമലിസ്റ്റാണ്. ആശ്രമം എന്ന് വെച്ചാൽ ഏറ്റവും മിനിമൽ ആവശ്യങ്ങളുള്ള വീടിൻ്റെ പേരാണ് ആശ്രമം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഭക്ഷണത്തിൽ എന്താണ് മിനിമലിസം ചെയ്തത് ഞാനിങ്ങനെ വെറുതെ ആലോചിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു
പശു വേണ്ട ആട് മതി എന്ന് പറഞ്ഞ മിനിമലിസ്റ്റാണ്. കാരണം പശു പിന്നീട് ഇന്ത്യയുടെ ഒരു ഭീകരജീവിയായി മാറുന്നു പേടിച്ചിട്ടോ മറ്റോ അദ്ദേഹം അന്ന് ആടിനെ മതി, ആടിൻ്റെ പാലും മതിയും തീരുമാനിച്ചതാണെന്ന് വിചാരിച്ചു. പക്ഷെ അതും എനിക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഉപ്പ് സത്യാഗ്രഹം. നമ്മൾ പറഞ്ഞ ടാക്സിൻ്റെ പ്രശ്നമാണ്, ഭീമമായ ടാക്സ് പിരിക്കുന്നതിനെതിരെയുള്ള ഒരു ഇതാണെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചത്. പക്ഷെ അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹം ഉപ്പിലേക്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ അഹിംസാചര്യയുടെ ഏറ്റവും തെളിഞ്ഞ, ഏറ്റവും വെളുത്ത ഒരു തരി പോലുമില്ല അന്യത കണ്ടുപിടിക്കുക എന്നുള്ളൊരു സംഗതി. ഉപ്പിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ ഉപ്പിൽ ഹിംസയില്ല. മനുഷ്യൻ കഴിക്കുന്ന ഒരേ ഒരു ഭക്ഷണ പദാർത്ഥം ഹിംസയില്ലാത്ത, അതായത് മനുഷ്യൻ കഴിക്കുന്ന അഹിംസയാണ് ഉപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഉപ്പിലേക്ക് വന്നതെന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് ജ്ഞാനസ്നാനം എന്ന് പറയുന്ന ഒരു കഥ എഴുതി. അതാണ് അദ്ദേഹത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ഗ്രന്ഥങ്ങളിലോ അദ്ദേഹത്തിൻ്റെ നിരവധിയായിട്ടുള്ള പ്രഭാഷണങ്ങളിലോ അദ്ദേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ ഇത് പറഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല, തീർച്ചയായിട്ടും. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു, ഞാൻ ഈ പറഞ്ഞ പോലെ ആകർഷണീയത എന്നുള്ളത്. പക്ഷെ അതിനോട് ചേർത്ത് ചോദിക്കട്ടെ, ഈ ചരിത്രത്തിൽ കയറി അങ്ങ് വിളയാടുമ്പോൾ ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ, 2025 ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ എപ്പോഴെങ്കിലും ഒരു ചെറിയ ഭയപ്പാട് മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? അപ്പോൾ മാതൃഭൂമിയുടെ എഡിറ്ററും കൂടിയാണ്. അപ്പോൾ പലതരത്തിലുള്ള ഈ പറയുന്ന ഹിംസകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, സാഹിത്യത്തിനു മേൽ, കലയ്ക്ക് മേൽ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന പലതരത്തിലുള്ള ഹിംസകൾ നേരിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്. താങ്കളുടെ എഴുത്തിനല്ലെങ്കിലും ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ മീശയ്ക്കാണെങ്കിലും അതിനുശേഷം നമ്മുടെ സിനിമകൾക്കാണെങ്കിലും ഒക്കെ തന്നെ ഇന്ന് ഘോരഘോരം ആളുകൾ അതിനെതിരെ പല നിറങ്ങളിലുള്ള പ്രതിഷേധങ്ങളായാലും അതുപോലെ തന്നെ അനുകൂലിച്ചിട്ടുള്ള സ്വരങ്ങളായാലും ഒക്കെ ചാർത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചരിത്രത്തിൽ കയറി വിളയാടുമ്പോൾ ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിമുഖത അല്ലെങ്കിൽ ഒരു ഭയപ്പാട് തോന്നിയിട്ടുണ്ടോ? എൻ്റെ പർദീസ നഷ്ടം എന്ന് പറയുന്നൊരു കഥയുണ്ട്, സിനിമയാക്കിയതല്ലേ? അമ്മയുടെ ഗർഭപാത്രം ബയോപ്സിക്ക് കൊണ്ടുപോയിട്ട് പാർട്ടി സമ്മേളനത്തിൻ്റെ ഇടയ്ക്ക് തിരക്ക് വന്നിട്ട് എല്ലാവരും ചായക്കടയിലേക്ക് ഇരിക്കുമ്പോൾ കയ്യിൽ നിന്ന് ഈ ബയോപ്സി കൊണ്ട് ഗർഭപാത്രം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹം തിരിച്ചു ചെന്നിട്ട് ഈ പൊതി നോക്കുമ്പോൾ കാണില്ല, ആരോ അടിച്ചു മാറ്റി, തിരക്കിൻ്റെ ഇടയിൽ എന്തോ വിശിഷ്ട വസ്തുവാണെന്ന് വെച്ചിട്ട്. അപ്പോൾ ചായക്കടക്കാരൻ ചോദിക്കുന്നുണ്ട് അതെന്തായിരുന്നു അതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറഞ്ഞ ഒരു പഴയ പാത്രം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുക. അതിൻ്റെ അവസാന വാചകം, ഭയം അതിൻ്റെ തീക്കനൽ പോലുള്ള നാക്കുകൊണ്ട് നരേന്ദ്രൻ്റെ നട്ടെല്ലിൽ നക്കി എന്നാണ്. അമ്മയുടെ താൻ കിടന്ന ഗർഭപാത്രം കളഞ്ഞു വരും മകൻ്റെ ഇതാണ്. ഭയം അതിൻ്റെ തീക്കനൽ പോലുള്ള നാക്കുകൊണ്ട്, നരേന്ദ്രൻ കഥാപാത്രമാണ്, നരേന്ദ്രൻ്റെ നട്ടെല്ലിൽ നക്കി എന്ന്. അതിൻ്റെ മുമ്പുള്ളൊരു വാചകത്തിൽ കരക്കി പിടിച്ചിട്ട ഭീകരനായ ഒരു കടൽ ജീവിയെ പോലെ പുളയ്ക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ തള്ളയില്ലായ്മകളിലേക്ക് നരേന്ദ്രൻ ഇറങ്ങി എന്ന് പറയുന്നുണ്ട്. അന്ന് നരേന്ദ്രൻ എന്നുള്ള പേര് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വലിയൊരു ഭയമായിട്ട് വന്നിട്ടില്ല. അത് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ ആ നരേന്ദ്രൻ്റെ നട്ടലിൽ നക്കാനിരിക്കുന്ന ഒരു ഭയത്തെ സ്വപ്നം കാണുന്ന ആളാണ് ഞാൻ. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യബോധത്തിൽ നിന്ന്, അല്ലെങ്കിൽ എല്ലാ സ്വേച്ഛാധിപതികൾക്കുമുള്ള ഭയത്തിൽ നിന്ന്. പാമ്പിനെ നമ്മൾ ഭയക്കുമ്പോൾ പാമ്പ് നമ്മളെയും ഭയക്കുന്നുണ്ട് അതേസമയം തന്നെ. അപ്പോൾ ഭയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉസൈൻ ബോൾട്ട് അതിഭയങ്കരമായിട്ട് ഓടുന്ന സമയത്ത് അദ്ദേഹത്തോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, എന്താണ് വെടിവെച്ച മുഴങ്ങുന്ന സമയത്ത് താങ്കളുടെ മനസ്സിൽ? 100 മീറ്ററിലെ ഏറ്റവും ഗംഭീരനായ ഓട്ടക്കാരനാണ് എല്ലാത്തിലും. അപ്പോൾ ഉസൈൻ ബോൾട്ട് പറഞ്ഞ മറുപടി, വെടിവെച്ച കേട്ടാൽ ഉടനെ എന്നേക്കാൾ ശക്തനായൊരു മൃഗം എന്നെ പിടിക്കാൻ പിന്നാലെ പായുന്നു എന്നുള്ള, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഓട്ടമാണ് ഞാൻ നടത്തുന്നത്. അത് മാത്രം, അത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള, പ്രത്യേകിച്ചും ഒരു ഇരുണ്ട തൊലിയുള്ള ഒരു മനുഷ്യൻ, കരുത്തനായൊരു മനുഷ്യൻ അത് പറയുമ്പോൾ അതിനകത്ത് എല്ലാ അർത്ഥങ്ങളുണ്ട്. പെലെയുടെ സർഗാത്മകതയെപ്പറ്റി, ഗംഭീരനായ ഫുട്ബോൾ കളിക്കാരൻ പെലെയുടെ സർഗാത്മകതയെ പറ്റിയുള്ള ഒരു പഠനത്തിൽ ഞാൻ വായിച്ച ഒരു ഓർമ്മയുണ്ട്. പെലെയുടെ കുടുംബക്കാരും അവരുടെ ബ്രസീലിലെ പഴയ ആളുകളും ഈ ചക്കിൽ എണ്ണയാട്ടുന്ന ജോലി ചെയ്തിരുന്നവരാണ്. അപ്പം മൃഗത്തിനു പകരം മനുഷ്യനെ, അതും കറുത്ത വംശജനെ, ഈ ഉഴവ് മൃഗമായിട്ട് നുകം വെച്ച് കെട്ടിയിട്ട് ചക്കിൽ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ട് തല കുനിച്ച് പിടിക്കണം, തലയിൽ നുകം വെച്ചിട്ട് തല പൊക്കാൻ പറ്റില്ല. പക്ഷെ ഇവർ സംസാരിക്കും. അപ്പോൾ വലത്തെ പുറത്ത് 3 അടി പിന്നിൽ സാമുവൽ ഉണ്ടെന്നും തെക്ക്
പിന്നിൽ കുറച്ചുകൂടി പിന്നിലായിട്ട് ജോൺ ഉണ്ടെന്നൊക്കെ ഇവർക്ക് അറിയാം. ഇവർക്ക് സാന്നിധ്യം കൊണ്ട് കുനിഞ്ഞ് നിന്ന് അപ്പോൾ അവർക്ക് അറിയാം, സംസാരിക്കുമ്പോൾ അറിയാം. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ പന്ത് നോക്കാതെ തന്നെ ഓടുമ്പോൾ ഉള്ള പന്ത് എവിടെയുണ്ട് അല്ലെങ്കിൽ തൻ്റെ സഹകളിക്കാരൻ എവിടെയുണ്ടെന്നുള്ള ആ ബോധം അദ്ദേഹത്തിന് കിട്ടിയത് ഈ നുകത്തിൻ്റെ ആ ഓർമ്മയിൽ നിന്നാണ് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരു മൈതാനത്തിൽ മാത്രമല്ല, ഈ നുകം വെച്ച് കിട്ടുന്ന ഈ കളിക്കാർക്ക് അവധിയില്ല, ഈ പണിക്കാർക്ക് അവധിയില്ല. അവധി എന്താണെന്ന് വെച്ചാൽ വെള്ളക്കാരനുമായിട്ട് ഞായറാഴ്ചകളിൽ ഒരു പന്ത് കളി മത്സരം നടത്തും. അപ്പോൾ നുകം കെട്ടിയ ജീവനക്കാരും യജമാനന്മാരുമായിട്ടാണ് രണ്ട് ഇതായിട്ട് കളിക്കുക. അന്ന് യജമാനന്മാരുടെ ടീമിനെതിരെ ഒരു ഗോളടിച്ചാൽ ഗോളടിക്കുന്ന ആൾക്ക് ഒരു ദിവസം അവധി കിട്ടും. അപ്പോൾ ഒരു അവധിക്ക് വേണ്ടിയിട്ടുള്ള, ശരിക്കും പ്രാണന് വേണ്ടിയിട്ടുള്ള ഗോൾ എന്ന് പറയുമ്പോൾ ലക്ഷ്യം എന്ന അർത്ഥം കൂടിയുണ്ട്. ജീവിതത്തിൻ്റെ തന്നെ ഒരു പരമമായ ലക്ഷ്യം ഒരു ദിവസം ഈ അടിമത്തത്തിൽ നിന്നുള്ള മോചനം ആയിട്ടാണ് അവരതിനെ കണക്കാക്കിയതും കളിച്ച് പല ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ ആദിമമായിട്ടുള്ള ഈ സ്വാതന്ത്ര്യദാഹം, ഇത് കളിക്കാരിൽ മാത്രമല്ല, സ്പ്രിൻ്ററിൽ മാത്രമല്ല, എഴുത്തുകാരനും എല്ലാ കലാകാരന്മാരിലും സർഗാത്മകതയുടെ നിമിഷത്തിൽ ഈ ഭയത്തിൽ നിന്നുള്ള മോചനം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എഴുത്ത് അഭയം ആകുന്നത്. അഭയം എന്നുള്ള വാക്ക് നമുക്കിപ്പോൾ അഭയം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭയം ഒളിച്ചിരിപ്പണമെന്ന് അറിയില്ലെങ്കിലും ഭയത്തിൻ്റെ ഓപ്പോസിറ്റ് എന്നുള്ള അർത്ഥത്തിൽ അഭയം എന്ന വാക്ക് വരുന്നത്, എഴുത്ത് അഭയമാവുന്നത്, കല അഭയമാവുന്നത് ഈ വലിയ ഭയങ്ങളെ പ്രതിരോധിക്കുവാനും കേവല മനുഷ്യന് ആശ്രയവും സാന്ത്വനവും അരുളുവാനുമായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് നിലനിൽക്കുമ്പോഴാണ്. അപ്പോൾ യഥാർത്ഥ എഴുത്തുകാരൻ, യഥാർത്ഥ കലാകാരൻ എപ്പോഴും ഈ അധികാരം സൃഷ്ടിക്കുന്ന ഭയത്തിൻ്റെ എലമെൻറ്റിന് മുഖം തിരിച്ചു നിൽക്കേണ്ടവനും അതിനെ ചോദ്യം ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, നമ്മുടെ ഭാഷയിൽ മലയാളത്തിലെ കൽപ്പന എന്ന് പറയുന്ന വാക്കാണ്. എനിക്ക് ഭയങ്കര ഒരു കൊതി തോന്നിയിട്ടുള്ളൊരു വാക്കാണ് കൽപ്പന എന്ന് പറയുന്നത്. നരേന്ദ്രമോദി ഭരിച്ചു തുടങ്ങിയ സമയത്താണ് എനിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. അപ്പോൾ അതിന് നമ്മൾ പറയേണ്ടുന്ന മറുപടി പ്രസംഗം മുൻകൂട്ടി ഇംഗ്ലീഷിലാക്കി അവർക്ക് അയച്ചു കൊടുക്കണം. കാരണം എന്തെങ്കിലും ആൻറ്റി ഗവൺമെൻറ് പറയുമെന്ന് അവർ ചെക്ക് ചെയ്യും. അവിടെ ചെന്നിട്ട് ഇവന് സമ്മാനം കൊടുത്തിട്ട് ഇവൻ എതിര് പറഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ അങ്ങനെ അത് നമ്മൾ എഴുതി അയച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് അന്ന് എഴുത്തുകാരൊക്കെ ഈ പത്മശ്രീയൊക്കെ തിരിച്ചേൽപ്പിക്കുന്നൊരു കാലമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഷൽഗവ്യത്തിലായിപ്പോയി ഞാൻ. കാരണം ഞാൻ ആദ്യമായിട്ട് എഴുതിയ നോവൽ, എൻ്റെ ആദ്യത്തെ നോവല്, ഞാൻ ചെറിയ പ്രായത്തിൽ എഴുതിയ നോവലാണ്. അതിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പുസ്തകത്തിനുള്ള അവാർഡ് അക്കാദമി തരുന്നത്. എനിക്ക് യാതൊരു പരിചയമില്ല, ഞാൻ ആരുടെയും കാല് പിടിക്കാത്ത ഒരാളാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എനിക്ക് അറിഞ്ഞൂടാ എവിടെ എങ്ങനെയാണ് ഇത് പിടിക്കേണ്ടത്, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായി. കാരണം അന്തസ്സുള്ള എഴുത്തുകാരൊക്കെ ഇത് മടക്കി ഏൽപ്പിക്കുന്നു, ഞാനിത് പോയി നമസ്കാരം പറഞ്ഞ് മേടിക്കാൻ പോകുന്നുള്ള സങ്കടമായി. അപ്പോൾ ഞാൻ എം ടി വാസുദേവൻ സാർ എൻ്റെ ചീഫായിരുന്നു, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ ഒപ്പിട്ട് കയറിയത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് ഈ സങ്കടം പറഞ്ഞു. സാർ ഇങ്ങനെ എല്ലാവരും, സാറാ ജോസഫ് അടക്കമുള്ളവരൊക്കെ ഇങ്ങനെ പദ്ധതി ഇടുന്നു, പലരും തിരിച്ചേൽപ്പിക്കുന്നു, ഇന്ത്യയിൽ തന്നെ വലിയ ഗംഭീരന്മാരായിട്ടുള്ള എഴുത്തുകാർ അത് ചെയ്യുന്നു, മറ്റ് കലാകാരന്മാർ ചെയ്യുന്നു. അപ്പോൾ എം ടി സാർ എന്നോട് പറഞ്ഞു, അത് മോദിയൊന്നും തരുന്ന സമ്മാനമല്ല, പരിണതപ്രജ്ഞരായ ഗംഭീരന്മാരായിട്ടുള്ള എഴുത്തുകാരുടെ കമ്മിറ്റിയാണ് നിനക്ക് സമ്മാനം തരുന്നത്, നിൻ്റെ പുസ്തകം നല്ലതാണെന്ന് പറയുന്നു. അതിൻ്റെ കിട്ടുന്ന 1,00,000 രൂപയാകട്ടെ സാധാരണക്കാരൻ്റെ നികുതി പണമാണ് പൈസ, അതല്ലാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തരുന്നോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഒന്നല്ല. അന്തസ്സായിട്ട് പോയി വാങ്ങിക്കൂ, അതാണ് ചെയ്യേണ്ടത്, അതിനെപ്പറ്റി വിഷമിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ. പക്ഷേ പ്രസംഗത്തിൽ ഞാൻ ചെയ്ത ഒരു ധ്യാനത്തിൻ്റെ ഞാൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞില്ല. എൻ്റെ ഭാഷയിൽ ഞാൻ അങ്ങ് തെക്ക് ഒരു ചെറിയ ഭാഷയിൽ നിന്നാണ് വരുന്നത് മേടിക്കാനായിട്ട്. അവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും ചെറുപ്പക്കാരൻ ഞാനാണ്. എല്ലാവരും പത്മശ്രീ കിട്ടിയ വൃദ്ധന്മാരാണ് മറ്റ് ഭാഷകളിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഭാഷയിൽ കൽപ്പന എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ആ കൽപ്പനയ്ക്ക് അധികാരത്തിൻ്റെ ഒരു ഡിക്രി, ഒരു തീട്ടൂരം, ഒരു ആജ്ഞ എന്നൊരർത്ഥമുണ്ട് എൻ്റെ ഭാഷയിൽ. കൽപ്പന, രാജകൽപ്പന എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ഭാഷയിൽ കൽപ്പനയ്ക്ക് കവിയുടെ കൽപ്പന എന്ന് അർത്ഥമുണ്ട്. ഒരു എഴുത്തുകാരന് സങ്കല്പിക്കുവാൻ പറ്റുന്ന, സങ്കല്പനം ചെയ്യാൻ പറ്റുന്ന, ഫാൻറ്റസി ചെയ്യാൻ പറ്റുന്ന, ഇമേജറികളിലൂടെ അദ്ദേഹത്തിന് ഈ അധികാരത്തിന് ബദലായിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു സർഗ വിശേഷത്തിൻ്റെ പേരും കൽപ്പന എന്ന് തന്നെയാണ്. അപ്പോൾ ഒരേ വാക്കിൽ അധികാരത്തിൻ്റെ പരമമായിട്ടുള്ള ഒരു ആജ്ഞാശക്തിയെയും കലാകാരൻ്റെ പരമമായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ശക്തിയെയും നിബന്ധിച്ചൊരു ഭാഷയുണ്ട്. അതിനർത്ഥം ഏത് അധികാരത്തിൻ്റെ മുഖത്തും തോളോട് തോളൊപ്പം നിൽക്കാൻ, മുഖത്ത് നോക്കി നിൽക്കാനുള്ള കെൽപ്പ് എഴുത്തുകാരനുണ്ട് എന്ന് എൻ്റെ ഭാഷ അബോധത്തിൽ പണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ആശ്വാസം കിട്ടി. കാരണം ഇത്
അവിടെ പോയി പറയാൻ പറ്റിയില്ലോ എന്നുള്ളത് ഇംഗ്ലീഷിലാണ് വിവർത്തനം. എനിക്ക് എൻ്റെ അല്പമായിട്ടുള്ള ഇംഗ്ലീഷിൽ ഞാൻ കഷ്ടപ്പെട്ട് വിവർത്തനമൊക്കെ ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഭയം എന്നുള്ളതിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത്, അഭയം എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയുടെ ഒരു വലിയ സാധ്യതയാണ്. തീർച്ചയായിട്ടും ആ അഭയം തേടുന്ന എല്ലാ കലാകാരർക്കും സാഹിത്യകാരർക്കും ഒരു വലിയ ഉത്തേജനമായി ഇനിയും സുഭാഷ് ചന്ദ്രൻ നമുക്കിടയിൽ വിളങ്ങും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ കൃതികളും ഒരുപക്ഷെ ഒരു പ്രാവശ്യം വായിച്ച ആളുകൾ അത് വീണ്ടും വായിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. എല്ലാവരും സാധാരണഗതിയിൽ അടുത്ത പുതിയ കഥ എപ്പോഴാണ് വരുന്നത്, പുതിയ നോവൽ എപ്പോഴാണ് വരുന്നതെന്നായിരിക്കും ചോദിക്കുക. നമ്മൾ വാത്മീക കണ്ടാലും മലയാളി ചോദിക്കും, ഒരു രാമായണം മാത്രമല്ല പുതിയൊന്നും എഴുതിയില്ല. വ്യാസനെ കണ്ടാലും ചോദിക്കും, ഒരു മഹാഭാരതം കുറേ കാലമായാലും എഴുതിയിട്ട് പുതിയതൊന്നും. അവൻ ഒരിക്കലും മറ്റത് വായിച്ചിട്ടുണ്ടാവില്ല. അതെ, അപ്പോൾ ആ ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഇതുവരെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒരായുഷ്കാലം വായിക്കാനുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു പുസ്തകം 1000 പേർ വായിക്കുകയാണെങ്കിൽ അവിടെ 1000 പുസ്തകങ്ങൾ ജനിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവാണ് സുഭാഷ് ചന്ദ്രൻ എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് താങ്കളുടെ എഴുത്തുകാരൻ എന്നുള്ള ആ ഒരു സ്വാഭിമാനത്തിന് കൂടുതൽ കൂടുതൽ ഊർജ്ജമേകുവാനും കൂടുതൽ സ്വാതന്ത്ര്യമോഹിയായി ഇനിയും ഞങ്ങൾക്കിടയിൽ വളരുവാനും അത് പ്രേരകമാകട്ടെ എന്ന് ആശിക്കുകയാണ്. നമുക്ക് 10 മിനിറ്റ് നമ്മുടെ സദസ്സിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ എടുക്കണം എന്നുള്ളതാണ് മോളിപ്പോൾ എന്നോട് ഒന്ന് പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ചോദ്യങ്ങൾക്ക് തൽക്കാലം ഞാൻ വിരാമം ഇടുന്നു. ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ ദിവ്യയെ കൊണ്ടൊരു പാട്ട് പാടിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇത് നിർഭാഗ്യവശാൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഞാനും ദിവ്യയിരുന്നു മത്സരിച്ച് പാടാൻ തുടങ്ങിയാൽ ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ചോദ്യം ഉണ്ടെങ്കിൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യമൊക്കെ ആണെങ്കിൽ പറയാം എന്ന് കരുതുന്നു. നമസ്കാരം. അങ്ങയുടെ പർദീസ നഷ്ടം എന്നുള്ള കൃതിയിൽ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്നുള്ളൊരു ഇതുണ്ടല്ലോ, വിൻസെൻ്റ് വാൻ ഗോങ്ങിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ചിത്രമാണല്ലോ അത്. അപ്പോൾ അത് എഴുതിയിരിക്കുന്നതും യൂറോപ്യൻ പശ്ചാത്തലത്തിലാണ് അല്ലേ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ അത് എഴുതാൻ കാരണം അറിഞ്ഞാൽ കൊള്ളാം. പൊതുവെ എല്ലാവരും നമ്മൾ മലയാളീകരിച്ചിട്ടാണ് ഇങ്ങനെയുള്ളവരൊക്കെ അത് ചെയ്യാറ് പതിവ്. അപ്പോൾ യൂറോപ്യൻ പശ്ചാത്തലം തന്നെ അങ്ങ് സ്വീകരിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. പിന്നെ മാഡത്തിൻ്റെ ഒരു പാട്ട് കൂടി കേട്ടാൽ സന്തോഷം. കടുത്ത ചോദ്യമാണ്, അത് ഉത്തരം കണ്ടുപിടിപ്പിക്കും. മയിലായി പരന്നുവാ മഴവില്ലു കോർക്കുമിന്നഴകേ ഏഴില്ലം കാവുകൾ താണ്ടി എൻ്റെ ഉള്ളിൽ നീ കോടണയോ എന്നാളും ചേർന്നു രസിക്കാൻ നീലരാവുകളും ഈ കുളിരും പകരം ഞാൻ നൽകാം. ആരും അറിയാതൊരു നാൾ ഹൃദയം ഞാൻ കവരും. മയിലായി പരന്നുവാ മഴവില്ലു കൂർക്കുമിന്നഴകേ. ദാസേട്ടൻ്റെ പാട്ടുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലിങ്ങനെ കുറേ പാട്ടുകൾ പോകുന്നുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം പെട്ടെന്നൊന്ന് പാടിയത്. ഞാനും പാട്ടുകാരിയൊന്നുമല്ല, അതുകൊണ്ട് എനിക്കറിയാവുന്ന രീതിയിൽ എന്തെങ്കിലും പാടുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഒരു പക്ഷേ ആ ഒരു പെർഫെക്ഷനിലേക്ക് പോകണം എന്നുള്ള ഒരു നിർബന്ധം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം
ആവശ്യമായിട്ട് ചോദിക്കുന്ന ഇടങ്ങളിലൊക്കെ ഞാൻ പാടുന്നത്. ദിവ്യയെപ്പോലെ ഒരു വലിയ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അതിന് സംഗീതത്തിന് ആവശ്യമായ സമർപ്പണത്തിന് സമയം ഉണ്ടാവില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം പാടുന്നതായിട്ടാണ് നമ്മൾ അതിനെ ഏറ്റെടുക്കുന്നത്. അതിന് നന്ദി, പാടിയതിന് നന്ദി. വാൻ ഗോഗിൻ്റെ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന് പറഞ്ഞ പെയിൻറ്റിങ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസുകളിൽ ആദ്യത്തേതാണെന്നാണ് കരുതുന്നത്. നമുക്കൊരു 150 വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൽ ജീവിച്ച് ആംസ്റ്റർഡാമിൽ ജീവിച്ച് മരിച്ചുപോയ ആളാണ്. നിങ്ങൾക്കറിയാവുന്ന ആത്മഹത്യ ചെയ്ത ആളാണ്. അദ്ദേഹത്തെ പറ്റി ഒരു പഠനം നാഷണൽ ജിയോഗ്രഫിക് മാഗസീനിൽ ഞാനൊരു 10-25 വർഷം മുമ്പ് വായിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് ജീവിച്ചിരിക്കുക ഒരു പെയിൻറ്റിങ് മാത്രമാണ് വാൻ ഗോഗിൻ്റെ വിൽക്കാൻ സാധിച്ചത്. തെരുവിൽ അദ്ദേഹം തൻ്റെ പൂർവ്വ ചിത്രകാരന്മാരുടെ പ്രിൻ്റുകളും സ്വന്തം ചിത്രത്തിൻ്റെ മഷിയുണങ്ങാത്ത ഒറിജിനൽ ചിത്രങ്ങളുമായിട്ട് ഇരുന്ന് വിൽക്കാനിരിക്കുമ്പോൾ വരുന്നവർ ചോദിക്കും, ഇതാരുടെ? ഇത് റംബ്രാൻഡിൻ്റെ. ഇതാരുടെ? ഇത് മറ്റേ ഗോഗിൻ്റെ. അതെടുക്കാം. ഇതോ? ഇത് വാൻ ഗോഗിൻ്റെ. അതാരാ? അത് ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ അത് വാങ്ങാതെ പോകും. അപ്പോൾ അദ്ദേഹം തിയോയ്ക്ക് എഴുതിയ കത്തുകളിൽ പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം എൻ്റെ ചിത്രങ്ങളെ വില കൽപ്പിക്കുന്നില്ല. പ്രാണനുണ്ട് എൻ്റെ ശരീരത്തിൽ, അതുകൊണ്ട് എനിക്ക് വിലയില്ല എന്ന് പറയുന്നുണ്ട്. അത് വേറൊരു ഭാഷയിലെ, വേറൊരു ദേശത്തെ, വേറൊരു മാധ്യമത്തിലെ ഒരു ചെറിയ എളിയ കലാകാരൻ വായിച്ചപ്പോൾ ഉണ്ടായ ഞെട്ടലാണ് പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്നുള്ള ഇതിനെ ഞാൻ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്നുള്ള കഥയായിട്ട് മാറ്റി എഴുതിയത്. അതിൻ്റെ അദ്ദേഹം ഒരു കൂട്ടുകാരൻ്റെ വീട് വാടകയ്ക്ക് എടുത്തിട്ട് സ്റ്റുഡിയോ ആക്കി മാറ്റിയിട്ടാണ് ഇത് വരയ്ക്കുന്നത്. ആംസ്റ്റർഡാമിലെ ഉരുളക്കിഴങ്ങ് പാടങ്ങളിൽ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർ ഉപകരണങ്ങളില്ലാതെ അതിൻ്റെ കയ്യിൻ്റെ വിരലുകളുടെ ടെക്സ്ചർ മണ്ണിൻ്റെ ടെക്സ്ചർ തന്നെയായിട്ട് മാറിയ ആ ദൈന്യം വരയ്ക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം കൈ കണ്ടാൽ മണ്ണ് പോലെ തോന്നുന്ന മനുഷ്യരുടെ കൈകളാണ് അദ്ദേഹം ക്ലോസപ്പുകളാണ് വരച്ചത്. കുറേ പരമ്പരയുണ്ട് വാൻ ഗോഗിൻ്റെ ഈ ചിത്രത്തിൻ്റെ മുൻ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. കൈവിരലുകളുടെ ക്ലോസപ്പുകൾ ആദ്യം വരച്ചുകൊണ്ടിരുന്നത്, പിന്നെ ഒരു ആളെ വരച്ച് രണ്ടാക്കി, അങ്ങനെ അവസാനം 5 പേരെ ഒരു തീന്മേശയുടെ ചുറ്റും 5 പേരെ വാടക കൊടുത്തിട്ട്, ചെറിയ പൈസ വാടക കൊടുത്തിട്ട് പരസ്പര ബന്ധമില്ലാത്ത 5 പേരെ ഒരു തീന്മേശയുടെ ചുറ്റും അറേഞ്ച് ചെയ്തിട്ടാണ് അദ്ദേഹം ചിത്രം വരച്ചത്. വലിയ പ്രതീക്ഷയായിരുന്നു അദ്ദേഹത്തിന്. ഈ പടം ക്ലിക്ക് ചെയ്യും, ഈ പടം എന്നെ മികച്ച ചിത്രകാരന്മാരുടെ പട്ടികയിലേക്ക് ഉയർത്തും. പക്ഷേ അത് കണ്ടിട്ട് അന്നത്തെ ചിത്രകലാ നിരൂപകന്മാരിൽ ഏറ്റവും ഗംഭീരനായ ഒരാൾ പറഞ്ഞത്, ഒരു സ്ത്രീയുടെ, വൃദ്ധ സ്ത്രീയുടെ ടോർസോ എന്ന് വെച്ചാൽ ഈ ലിംസ് മുറിച്ച് കളഞ്ഞ ഭാഗം, ഈ ഉരസും ഉദരവും ചേർന്ന ഈ ചതുരം, ഒരു സ്ത്രീയുടെ ടോർസോ വരയ്ക്കാനുള്ള കഴിവ് പോലും ചിത്രകാരനില്ല എന്ന് പറഞ്ഞ് ഭീകരമായിട്ടുള്ള ഒരു വിമർശനമാണ് ചെയ്തത്. അദ്ദേഹം എത്രമാത്രം തകർന്നു പോയിട്ടുണ്ടാകും എന്ന് എനിക്കറിയാം. കാരണം ഞാൻ അന്ന് കൊതിച്ചെഴുതിയ ചില കഥകൾ ആരും കണ്ടതായിട്ട് ഭാവിച്ചതേ ഇല്ല. അപ്പോൾ ഇതാ ഒരു സുഭാഷ് ചന്ദ്രൻ എന്ന് ആളുകൾ പറയുന്നു വിശ്വസിച്ചിട്ട് നമ്മളിത് എഴുതുന്നത്. പക്ഷെ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കില്ല. അത് എങ്ങനെ ഒരു സംഗതിയായി ലോകത്ത് നടന്നിട്ടുണ്ടെന്ന് ആരും മനസ്സിലാക്കിയില്ല. അപ്പോൾ അതുമായിട്ട് സാധ്യം എമ്പതി ചെയ്തിട്ടാണ് ഞാൻ ആ കഥ എഴുതിയത്. അദ്ദേഹത്തിനുള്ളൊരു വലിയ ആദരം ഈ ചെറിയ ഭാഷയിലെ ഈ ചെറിയ എഴുത്തുകാരന് ചെയ്യണം എന്ന് കരുതിയിട്ടാണ് ഒരു കുടുംബത്തിലെ 5 പേരായിട്ട് അവരെ സങ്കല്പിക്കുകയും ഉരുളക്കിഴങ്ങ് കൃഷി വിട്ടിട്ട് ഖനിയിൽ ജോലിക്ക് പോയ ആ കുടുംബത്തിലെ കുടുംബനാഥൻ അവിടെ മണ്ണിടിച്ചിലിൽ മരിച്ചു പോയതായിട്ട് സങ്കല്പിക്കുകയും ആ മരണവിവരം അറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഖനിയിൽ നിന്നും മടങ്ങി വരുന്ന ഒരു സന്ദർഭമായിട്ടാണ് അത്. ആ ചെറുകഥയിലെ അവസാനത്തെ വാചകം ആണ് വാൻ ഗോഗ് വരച്ചത് എന്ന സങ്കല്പത്തിൽ എഴുതി. നിങ്ങൾ ആ ചെറുകഥ വായിച്ചിട്ടുണ്ടെങ്കിൽ അവസാനത്തെ വാചകമാണ് വാൻ ഗോഗ് വരച്ച് വെച്ചിട്ടുള്ളത്. ഇപ്പം MT വാസനയുടെ കഥ വായിച്ചിട്ട് നമ്പൂതിരിയോ മദനോ JR പ്രസാദോ ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ട് എൻ്റെ ചെറുകഥ വാൻ ഗോഗ് വായിച്ചിട്ട് എൻ്റെ അവസാനത്തെ വരിയിൽ നിന്ന് അദ്ദേഹം ഒരു പെയിൻറ്റിങ് ഉണ്ടാക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ടാണ് ആ ചെറുകഥ എഴുതിയത്. തൻ്റെ ഭർത്താവിൻ്റെ ഇരിപ്പിടത്തിൽ എന്നേക്കുമായി താൻ ഉറഞ്ഞു പോകുന്നതായി ജൂലിയാന അറിഞ്ഞു എന്നാണ്. ഭർത്താവിരുന്ന സ്ഥിരം സീറ്റിലാണ് അവളന്ന് അറിയാതെ ഇരുന്നത്. ഭർത്താവ് മരിച്ചു എന്നുള്ള വിവരം അച്ഛൻ വന്ന് പറയുന്നില്ല. പക്ഷേ മറ്റെല്ലാ സന്ദർഭങ്ങളിലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നു, എക്കാലത്തേക്കും അയാൾ ഇല്ലാതായി തീർന്നു എന്നുള്ളത്. അപ്പോൾ അത് ആ ആദിഗംഭീരനായിട്ടുള്ള മനുഷ്യനുള്ളൊരു വണക്കമാണ്. ഒരു അദ്ദേഹത്തിൻ്റെ ആരാധനാലയത്തിൽ പോയിട്ട് അദ്ദേഹത്തിന് നേരെ നമസ്കരിച്ചൊരു നമസ്കാരമാണ്. ഒരു ചോദ്യത്തിന് കൂടി സമയമുണ്ടോ? ഇല്ല, കഴിഞ്ഞു. ശരി, അപ്പോൾ എല്ലാവർക്കും നന്ദി. മറ്റെന്തെങ്കിലും താങ്കൾക്ക് സദസ്സിനോട് പറയാനുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇല്ല, ഇങ്ങനൊരു സാധ്യത കൽപ്പിച്ച
സാഹിത്യ അക്കാദമിക്ക് നന്ദി പറയുന്നു. ഒരുപാട് സാഹിത്യോത്സവങ്ങൾ നടക്കുന്നു. പക്ഷേ തീർച്ചയായിട്ടും സാഹിത്യ അക്കാദമി തന്നെയാണ് ഇതിന് മുൻകൈയെടുത്ത് ഇത് ഗംഭീരമായിട്ട് ഇങ്ങനെ നടത്തേണ്ടതെന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു. ഇവിടെ ഞാനൊരു 10-15 വർഷക്കാലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടും ജനറൽ കൗൺസിലും ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതല നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ദിവ്യ ഭരമേറ്റിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള സംഗതിയിലേക്ക് പോവും എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ വരാനും നിങ്ങളോട്ട് സംവദിക്കാനും, പ്രത്യേകിച്ച് ദിവ്യ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അവരുടെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത സുഹൃത്താണ് കുറേ കാലമായിട്ട്. അവരെ കാണാനും അവരുടെ അടുത്തിരുന്ന് സംസാരിക്കുവാനും, പ്രത്യേകിച്ച് ഒരു IAS-കാരി ഒരു എഴുത്തുകാരനോട് ചോദ്യങ്ങൾ ചോദിക്കുമെന്നൊക്കെ ആൾക്ക് സംശയമാണ്. അപ്പോൾ എഴുത്തിനെ IAS-നേക്കാൾ മുകളിൽ കാണാൻ കഴിഞ്ഞ വലിയ മനസ്സിനൊരു വലിയ ആദരം പറയുന്നു. എന്നോട് ഞാൻ ആദ്യം രാവിലെ വിളിച്ചിരുന്നു, പറഞ്ഞോട്ടെ അത്. രാവിലെ ആദ്യം വിളിച്ചപ്പോൾ എനിക്ക് ശബ്ദത്തിലെ ആ ഒരു പരിക്കം എനിക്ക് മനസ്സിലായിരുന്നു. എൻ്റെ പുസ്തകം എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. എൻ്റെ കഥകൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്നെ പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചത് ഞാൻ ട്രെയിനിലിരിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് പരിഭ്രമമായി. കാരണം ഞാൻ ചോദിച്ചു, വായിച്ചിട്ടുണ്ടോ എൻ്റെ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടുണ്ടോ എൻ്റെ കഥകൾ? അപ്പോൾ എല്ലാം വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് എനിക്ക് ജ്ഞാനസ്നാനം അയച്ചു തരികയും ചെയ്തായിരുന്നു. ഇനി വായിച്ചിട്ടില്ലെങ്കിൽ വെറുതെ പറയുകയാണെന്നുണ്ടെങ്കിലും ഒന്ന് കരുതിയിട്ടായിരിക്കും. പക്ഷേ വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാൻ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് മാത്രമാണ് ഞാനിന്നിവിടെ അദ്ദേഹത്തെ അഭിമുഖീകരിച്ചത്. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാഹിത്യത്തിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനുള്ള ശക്തി ഇനിയും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്കൾ സമ്മാനം വാങ്ങിക്കുന്ന കേന്ദ്ര സാഹിത്യ അക്കാദമി സമ്മാനത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ടാഗോർ നോബൽ സമ്മാനം വാങ്ങിക്കാൻ പോകുമ്പോൾ പറഞ്ഞ ആ ഒരു വരിയായിരുന്നു എനിക്ക് ഓർമ്മ വന്നത്. ടാഗോർ അന്ന് അവിടെ ഒരു ടെലഗ്രാം അയക്കുകയായിരുന്നു ചെയ്തത്. അദ്ദേഹത്തിന് പോകാൻ സാധിക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ട് ഒരു ടെലഗ്രാം അയക്കുകയായിരുന്നു സ്വീഡിഷ് അക്കാഡമിയിലേക്ക്. അപ്പോൾ അന്ന് പറഞ്ഞത് ഈ സാഹിത്യത്തിൻ്റെ ഒരു ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞത് to make the stranger brother and to bring the far near എന്നുള്ളതായിരുന്നു. അപരിചിതനെ നമ്മുടെ സ്വന്തമാക്കി മാറ്റുവാൻ, അല്ലെങ്കിൽ അജ്ഞാതനെ പരിചിതനാക്കി മാറ്റുക എന്നുള്ളതും ദൂരത്തുള്ളവനെ ചാരത്തുള്ളവനാക്കി മാറ്റുക എന്നുള്ളതുമാണ് യഥാർത്ഥത്തിൽ കലയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അങ്ങനെ മനുഷ്യനെ ഒരുമിപ്പിക്കുവാൻ വീണ്ടും വീണ്ടും കലാസൃഷ്ടികൾ നമ്മുടെ സ്വന്തം മണ്ണിൽ നിന്നും ഇനിയും ഉണ്ടാകട്ടെ, ഭിന്നിപ്പിക്കുവാനല്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നമുക്ക് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം, അതിന് ചേരുമെന്ന് തോന്നുന്നു. നമ്മൾ പാട്ടിനെ പറ്റി തുടങ്ങിയിട്ട് പാട്ടിൽ അവസാനിപ്പിക്കാം. ടാഗോർ മരിച്ച മുറിയിൽ ഞാൻ കഴിഞ്ഞ മാസം പോയി, കൊൽക്കത്തയിൽ പോയപ്പോൾ കുടുംബമായിട്ട് പോയി. അപ്പോൾ വലിയ ജരാസംഘം എന്ന് വെച്ചാൽ വലിയ ബംഗ്ലാവാണ്. അതിൻ്റെ പകുതി ഭാഗം അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ പകുതി ഭാഗം നടന്നു തീർക്കാൻ നമുക്കൊരു ദിവസം വേണം. അദ്ദേഹം ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് ടാഗോർ പ്ലേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി വെച്ചിട്ടുണ്ട്. അതൊരു 10,000 ഉപകരണമുണ്ട്, വീണ അടക്കമുള്ള. നമ്മൾ ഞെട്ടിപ്പോകും. ഈ ടാഗോർ എന്ന് പറഞ്ഞ ആളുടെ പ്രതിഭാസം. അപ്പോൾ അദ്ദേഹം മരിച്ച മുറിയിൽ അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഒരു ഭാഗം എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. എൻ്റെ മൂത്ത മകള്, അവൾ IIT റൂർക്കിയിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ റിസർച്ച് ചെയ്യും. അവളുടെ റിസർച്ച് വിഷയം എൻ്റെ നോവൽ അവൾ റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ അവൾ അകത്ത് പോയി എന്തോ വായിച്ചിട്ട് പുറത്തേക്ക് കരഞ്ഞുകൊണ്ട് പാഞ്ഞു വന്നപ്പോൾ, ഞാൻ പെൺകുട്ടിയല്ലേ, അജ്ഞാതമായ സ്ഥലമാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അവിടെ എന്താ മോളെന്ന് ചോദിച്ചു. പറഞ്ഞു, അച്ഛാ അവിടെ ടാഗോറിൻ്റെ 2 വരികൾ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം മരിച്ച കിടക്കയുടെ മുകളിൽ. അപ്പോൾ ഞാൻ ചങ്കിടിപ്പോടെ അത് വായിക്കാൻ ചെന്നു. ടാഗോർ ഒരു ഗീതാഞ്ജലിയിലെ ഗീതാഞ്ജലി എനിക്ക് ഉറപ്പില്ല, ഇംഗ്ലീഷാണ്, ഒരു ഭാഗം എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്. എൻ്റെ മലയാളം ഇങ്ങനെയാണ്: പ്രഭോ, അങ്ങേ ഞാൻ നേരിൽ കാണുന്ന ദിവസം നീ പാടിയ ഗാനങ്ങളെല്ലാം അനശ്വരങ്ങളാണ് എന്ന് നീ കരുതുന്നുവോ എന്ന് എന്നോട് അങ്ങ് ചോദിക്കും. ടാഗോർ സ്വയം ഗായകനായിട്ടാണ് വിശേഷം. ഗീതാഞ്ജലി എന്ന് വെച്ചാണല്ലോ, ഗീതമാണ്, പാട്ടാണ്. ക്രിയേറ്റിവിറ്റി അദ്ദേഹം പാട്ടായിട്ടാണ് സങ്കല്പിക്കുന്നത്, ഏറ്റവും പ്യൂറസ്റ്റ് ഫോം എന്നുള്ള മട്ടിൽ. അടുത്ത വരി: അങ്ങനെ ഞാൻ പാടുന്ന പാട്ടുകൾ അനശ്വരങ്ങളാണ് എന്ന് സങ്കല്പിക്കുവാൻ പാകത്തിൽ ഞാൻ വിഡ്ഢിയല്ല പ്രഭു. പക്ഷേ പാടുന്ന ഒന്നെനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും: പാടുന്ന നേരങ്ങളിൽ ഞാൻ അനശ്വരതയെ സ്പർശിച്ചിരുന്നു എന്ന്. അത് അദ്ദേഹം കിടന്ന മുറിയിൽ അത് വായിച്ചാൽ നമുക്ക് ഹൃദയം എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഇരിക്കുന്ന അറിയും. അതിങ്ങനെ താഴേക്ക് വീണു പോകുന്നതറിയും. അപ്പോൾ അത് ഒരു അനുഭവമാണ്. അപ്പോൾ ദിവ്യയുടെ പാട്ടുകളും
കൂടുതൽ കൂടുതൽ ദൈവികമാവട്ടെ. സുഭാഷ് ചന്ദ്രൻ്റെ എഴുത്തും സാഹിത്യ അക്കാദമിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും എഴുത്തും കൂടുതൽ കൂടുതൽ ദൈവികമാകട്ടെ എന്നുള്ള അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞ സർഗാത്മകമാകട്ടെ എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാണ്ട് എന്തെങ്കിലും കൃഷ്ണനായിട്ടോ രാമനായിട്ടോ യേശുക്രിസ്തുവായിട്ടോ ബന്ധപ്പെട്ടതല്ല. ഗംഭീരമാകട്ടെ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാണ്. നിങ്ങൾ ശ്രവിച്ചതിന് ഒരിക്കൽ കൂടി ദിവ്യയ്ക്കും നന്ദി, നമസ്കാരം. നന്ദി, സ്നേഹ.